നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. നാരായണ. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ
ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 75-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യുധിഷ്ഠിര രാജസൂയ യാഗത്തിൽ പങ്കെടുത്ത എല്ലാവരും സന്തോഷിച്ചു പോയി, ദുര്യോധനൻ ഒഴികെ എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ ശ്രീ പരീക്ഷിത്ത് രാജാവ് ശ്രീ ശുക ബ്രഹ്മർഷിയോട് അതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് ദുര്യോധനൻ ഏട്ടനായ യുധിഷ്ഠിരൻ്റെ ഈ രാജസൂയ യാഗത്തിൻ്റെ അതിൻ്റെ ഒരു വിജയം അത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് സന്തോഷം നൽകിയില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിഷമം ഉണ്ടായി, അത് പറയാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ശുകബ്രഹ്മർഷി ആ സന്ദർഭം വിവരിക്കുകയാണ്. ആദ്യം യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ ആരാരെ ഏതേത് ചുമതലകൾ വഹിച്ചു എന്ന് വർണ്ണിച്ചു. അതിനുശേഷം അതിൻ്റെ സമാപനം അവഭൃത സ്നാനം എത്ര കേമായിരുന്നു എന്ന് വർണ്ണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ദുര്യോധനന് ഉണ്ടായ ഒരു അപമാനത്തെക്കുറിച്ചും പറയുന്നത്. എല്ലാം കൂടിയിട്ട് പാപിയും കലിയും ആയ ദുര്യോധനന് ജ്യേഷ്ഠൻ്റെ നേരെ ഉണ്ടാവുന്ന അസഹിഷ്ണുത, അതുപോലെ ശത്രുത, അതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. നമ്മൾ വായിച്ചിട്ട് രാവിലെ നിർത്തിയെടുത്തുനിന്ന് തുടരാം. രാവിലെ പകുതിയോളം വായിച്ചു, അല്ലെങ്കിൽ പകുതിയോളം വിസ്തരിച്ചു. 18 ശ്ലോകങ്ങളോ മറ്റേ പറഞ്ഞു. ബാക്കിയുള്ളത് കാണും. മൊത്തം 40 ശ്ലോകങ്ങളാണ്. നോക്കാം, വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 5-സപ്തതിതമോऽധ്യായः. രാജോവാച അജാതശത്രോസ്തം ദൃഷ്ട്വാ രാജസൂയമഹോദയം സർവേ മുമുദിരേ ബ്രഹ്മൻ നൃദേവായേ സമാഗതാഃ. ദുര്യോധനം വർജയിത്വാ രാജാനഃ സർഷയസുരാഃ ഇതി ശ്രുതം നോ ഭഗവൻ തത്ര കാരണമുച്യതാം. ഋഷിരുവാച പിതാമഹസ്യ തേ യജ്ഞേ രാജസൂയേ മഹാത്മനഃ ബാന്ധവാ പരിചര്യായാം തസ്യാസൻ പ്രേമബന്ധനാഃ. ഭീമോ മഹാനസാധ്യക്ഷോ ധനാധ്യക്ഷ സുയോധനഃ സഹദേവസ്തു പൂജായാം നകുലോ ദ്രവ്യസാധനെ
ഗുരുശുശ്രൂഷണേ ജിഷ്ണുഃ കൃഷ്ണഃ പാദാവനേജനെ പരിവേഷണേ ദ്രുപദജ കർണോദാനേ മഹാമനാഃ യുയുധാനോ വികർണശ്ച ഹാർദിക്യോ വിദുരാദയഃ ബാൽഹീകപുത്രാ ഭൂര്യാദ്യാഃ യേ ച സന്ദർദനാദയഃ നിരൂപിതാ മഹായജ്ഞേ നാനാകർമ്മസു തേ തദാ പ്രവർത്തന്തെ സ്മ രാജേന്ദ്ര രാജ്ഞഃ പ്രിയചികീർഷവഃ ഋത്വിക് സദസ്യ ബഹുവിൽസു സുഹൃത്തമേഷു സ്വിഷ്ടേഷു സൂനൃതസമർഹണ ദക്ഷിണാഭിഃ ചൈദ്യേ ച സാത്വതപതേശ്ചരണം പ്രവിഷ്ടേ ചക്രുസ്തതസ്ത്വവഭൃതസ്നപനം ദ്യുനദ്യാം മൃദംഗശങ്കപണവദുന്ദുര്യാനകഗോമുഗാഃ വാദിത്രാണി വിചിത്രാണി നേതുർ ആവഭൃതോത്സവേ നർത്തക്യോ നൃതുർഹൃഷ്ടാ ഗായകാ യൂദശോ ജഗുഃ വീണാവേണുതലോന്നാദഃ തേഷാം സ ദിവമസ്പൃശത് ചിത്രധ്വജപതാകാഗ്രൈഃ ഇഭേന്ദ്രസ്യന്തനാർവഭിഃ സ്വലംകൃതൈർബടൈർഭൂപാ നിര്യയൂരുക്മമാലിനഃ യദു സൃഞ്ജയ കാംബോജ കുരു കേകയകോസലാഃ കമ്പയന്തോ ഭുവം സൈന്യൈഃ യജമാനപുരസ്സരാഃ സദസ്യ ഋത്വിഗ്ദ്വിജശ്രേഷ്ഠാഃ ബ്രഹ്മഘോഷേണ ഭൂയസാ ദേവർഷി പിതൃഗന്ധർവാഃ തുഷ്ടൂഃ പുഷ്പവർഷിണഃ സ്വലംകൃതാ നരാ നാര്യോ ഗന്ധസ്രഗ്ഭൂഷണാംബരൈഃ വിലിംബന്ത്യോഭിഷിഞ്ചന്ത്യോ വിചക്രുർവിവിധൈർരസൈഃ തൈലഗോരസഗന്ധോദ ഹരിദ്രാസാന്ദ്രകുങ്കുമൈഃ പുംഭിർലിപ്താ പ്രലിംബന്ത്യോ വിചക്രുർവാരയോഷിതഃ ഗുപ്താ നൃഭിർനിരഗമൻ ഉപലബ്ധുമേതദ്ദേവ്യോ യഥാ ദിവി വിമാനവരൈർനൃദേവ്യഃ താ മാതുലേയസഖിഭിഃ പരിഷിച്യമാനാഃ സവ്രീഡഃ സവികസദ്വദനാ വിരേജുഃ താ ദേവരാൻ ഉദസഖീൻ ശിശിചുർധൃതീഭിഃ ക്ലിനാംബരാ വിവൃതഗാത്ര കുചോരുമദ്യാഃ ഔത്സുക്യമുക്തകപരാത് ച്യവമാനമല്യാഃ ക്ഷോഭം ദദുർമലധിയാം രുചിരൈർവിഹാരൈഃ സസമ്രാജ്യതമാരൂഢഃ സദസ്വം രുക്മമാലിനം വ്യരോചത സ്വപത്നീഭിഃ ക്രിയാഭിഃ ക്രതുരാടിവ പത്നീ സംയാജാവഭൃത്യൈഃ ചരിത്വാ തേ തം മൃത്വിജഃ ആചാന്തം സ്നാപയാഞ്ചക്രുഃ ഗംഗായാം സഹ കൃഷ്ണയാ ദേവദുന്ദുഭയോ നേതുഃ നരദുന്ദുഭിഃ സമം മുമുചു പുഷ്പവർഷാണി ദേവർഷി പിതൃമാനവാഃ സസ്നുസ്തത്ര തതഃ സർവേ വർണ്ണാശ്രമയുതാ നരാഃ മഹാപാദക്യപി യതഃ സദ്യോ മുച്ഛേദ കിൽബിഷാദ് അദരാജാഹതേ ക്ഷൗമേ പരിധായ സ്വലംകൃതഃ ഋത്വിക് സദസ്യ വിപ്രാദീൻ ആനർച്ചാഭരണാംബരൈഃ ബന്ധുജ്ഞാതി നൃപാൻ മിത്രസുഹൃദോ അന്യാംശ്ച സർവശഃ അഭീക്ഷ്ണം പൂജയാമാസ നാരായണപരോ നൃപഃ സർവേ ജനാസുരരുജോ മണികുണ്ടലസ്രക് ഉഷ്ണീഷകഞ്ജുകദുകൂലമഹാർഗ്യഹാരാഃ നാര്യശ്ച കുണ്ടലയുഗാളകവൃന്ദജുഷ്ടവക്ത്രശ്രിയഃ കനകമേഖലയാ വിരേജുഃ അദർത്തിജോ മഹാശീലാഃ സദസ്യാ ബ്രഹ്മവാദിനഃ ബ്രഹ്മക്ഷത്രിയവിക്ഷൂദ്രാ രാജാനോ യേ സമാഗതാഃ ദേവർഷി പിതൃഭൂതാനി ലോകപാലാഃ സഹാനുഗാഃ പൂജിതാസ്തമനുജ്ഞാപ്യ സ്വധാമാനി യയുർനൃപ ഹരിദാസസ്യ രാജർഷേ രാജസൂയ മഹോദയം നൈവാദൃപ്യൻ പ്രശംസന്തഃ പിബൻ മർത്യോമൃതം യഥാ തതോ യുധിഷ്ഠിരോ രാജാ സുഹൃൽ സംബന്ധി ബാന്ധവാൻ പ്രേമണാ നിവാസയാമാസ കൃഷ്ണം ച ത്യാഗകാതരഃ ഭഗവാനപി തത്രാംഗന്യവാൽസി തത്പ്രിയങ്കരഃ പ്രസ്ഥാപ്യ യദുവീരാംശ്ച സാമ്പാദീംശ്ച കുശസ്ഥലീം ഇത്തം രാജാ ധർമ്മസുതോ മനോരഥമഹാർണവം സുദുസ്തരം സമുത്തീര്യ കൃഷ്ണേനാസീത് ഗതജ്വരഃ ഏകദാന്തഃ പുരേ തസ്യ വീക്ഷ്യ ദുര്യോധനശ്രിയം അതപ്യദ്രാജസൂയസ്യ മഹിത്വം ച അച്യുതാത്മനഃ യസ്മിൻ നരേന്ദ്ര ദിദിജേന്ദ്ര സുരേന്ദ്ര ലക്ഷ്മീഃ നാനാവിഭാന്തി കില വിശ്വസൃജോപക്ലുപ്താഃ താഭിഃ പതീൻ ദ്രുപദരാജസുതോ വദസ്ഥേ
യസ്യാം വിഷക്തഹൃദയഃ കുരുരാട് അതപ്യത് യസ്മിൻസ്തദാ മധുപതേർമഹിഷീ സഹസ്രം ശ്രോണീപരേണ ശനകൈക്വണതംഗ്രിശോഭം മധ്യേ സുചാരുകുചകുങ്കുമശോണഹാരം ശ്രീമന്മുഖം പ്രചലകുണ്ടലകുന്തളാഢ്യം സഭായാം മയക്ലുപ്തായാം ക്വാപി ധർമ്മസുതോധിരാട് വൃതോ അനുജൈർബന്ധുഭിശ്ച കൃഷ്ണേനാഭിസ്വചക്ഷുഷാ ആസീന കാഞ്ചനേ സാക്ഷാദാസനേ ഭഗവാനിവ പാരമേഷ്ട്യശ്രിയാജുഷ്ടഃ സ്തൂയമാനശ്ച വന്ദിഭിഃ തത്ര ദുര്യോധനോ മാനീ പരീതോ ഭ്രാതൃഭിർനൃപ കിരീടമാലിന്യവിശദ് അസിഹസ്തഃ ക്ഷിപൻരുഷാ സ്ഥലേ അഭ്യഗൃഹാത് വസ്ത്രാന്തം ജലം മത്വാ സ്ഥലേ പതത് ജലേ ച സ്ഥലവത് ഭ്രാന്ത്യാ മയമായ വിമോഹിതഃ ജഹാസ ഭീമസ്തം ദൃഷ്ട്വാ സ്ത്രിയോ നൃപതയോ പരേ നിവാര്യമാണാപ്യംഗരാജ്ഞാ കൃഷ്ണാനുമോദിതാഃ സവ്രീഡിതോ അവാഗ്മതനോരുഷാജ്വലൻ നിഷ്ക്രമ്യ തൂഷ്ണീം പ്രയയൗ ഗജാഹ്വയം ഹാഹേതി ശബ്ദഃ സുമഹാനഭൂത് സതാം അജാതശത്രുർവിമനാ ഇവാഭവത് ബഭൂവ തൂഷ്ണീം ഭഗവാൻ ഭുവോ ഭരം സമുജ്ജിഹീർഷുഃ ഭ്രമതിസ്മയദൃശാ ഏതത്തെ അഭിഹിതം രാജൻ യത്പൃഷ്ടോഹമിഹ ത്വയാ സുയോധനസ്യ ദൗരാത്മ്യം രാജസൂയേ മഹാക്രതൗ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദുര്യോധനമാനഭംഗോ നാമ പഞ്ചസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഓം നാരായണ. ഇപ്പോൾ എന്തു കാരണം കൊണ്ടാണ് ദുര്യോധനൻ മാത്രം യുധിഷ്ഠിര രാജസൂയത്തിൽ സന്തോഷിച്ചില്ല, അത് പറഞ്ഞു തരൂ എന്നുള്ള പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ശ്രീശുക ബ്രഹ്മർഷി രാജസൂയ യാഗത്തിൽ പറയാൻ വിട്ടുപോയതായിട്ടുള്ള അതിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ച്, മഹിമയെക്കുറിച്ച്, അതിൻ്റെ അവസാന ഭാഗമായ അവഭൃത സ്നാനത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് വർണ്ണിക്കുകയാണ്. അപ്പം അതിൽ പാണ്ഡവന്മാരും കൗരവന്മാരും കർണൻ മുതലായവരും എന്തെന്ത് ചുമതലകൾ വഹിച്ചു, അതിലൂടെ തന്നെ കാര്യങ്ങൾ എങ്ങനെ ആയിട്ടുണ്ടാവും എന്ന് സൂചിപ്പിച്ചു. അതുപോലെ അതിൻ്റെ അവസാനം എത്ര ആഘോഷമായിട്ടാണ് അവഭൃത സ്നാനം നടന്നത്. വാദ്യഘോഷങ്ങളോടുകൂടെ, വേദഘോഷങ്ങളോടുകൂടെ ആ യുധിഷ്ഠിരനെ മുന്നടത്തിക്കൊണ്ട് എല്ലാവരും ഗംഗാനദിയിലേക്കുള്ള ഘോഷയാത്ര അത് വർണ്ണിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ എത്ര ഉത്സാഹത്തോടെ, ആഘോഷത്തോടെ എല്ലാവരും പങ്കെടുത്തു. അതിൽ സ്ത്രീകളും എല്ലാം ഭാഗഭാക്കുകളാവുന്നതും എല്ലാവരുടെ മേലെയും വിവിധങ്ങളായ ഗന്ധ ഉദകങ്ങളും മറ്റുമൊക്കെ ലേപനം ചെയ്യുന്നതും അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുന്നതും ഒക്കെ വർണ്ണിച്ചു.
അങ്ങനെ എല്ലാവരും ആ ഗംഗാനദിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഗംഗാനദിയിൽ ഔഭൃത സ്നാനം ചെയ്യുന്നതായിട്ടുള്ള ആ രംഗം, അതാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ 18-ാം ശ്ലോകം വരെയാണ് രാവിലെ പറഞ്ഞു നിർത്തിയത്. നമുക്ക് തുടർന്ന് കാണാം. യുധിഷ്ഠിര രാജസൂയത്തിൻ്റെ ആ ഒരു എന്താ പറയുക മാഹാത്മ്യം, അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ പ്രൗഢി, അതാണ് വർണ്ണിക്കുന്നത്. ഇപ്പോൾ സമ്രാട് രഥമാരൂഢ സദസ്വം രുക്മമാലിനം വ്യരോജത്സ്വപത്നീഭി ക്രിയാഭി ക്രതുരാടിവ. ആ ചക്രവർത്തിയായ യുധിഷ്ഠിരൻ നല്ല കുതിരകളെ പൂട്ടിയ രഥത്തിൽ തൻ്റെ പത്നിമാരോടുകൂടി ശോഭിക്കുന്ന രംഗം. ക്രതുരാജാവായ രാജസൂയം അതിൻ്റെ ക്രിയകളോടുകൂടെ എങ്ങനെ ശോഭിച്ചുവോ അതുപോലെ യുധിഷ്ഠിരനും ശോഭിക്കുന്നു എന്ന് പറഞ്ഞു. പത്നീ സംയാജാവഭൃത്യൈശ്ചരിത്വാ തേ തം ഋത്വിജഃ ആചാന്തം സ്നാപയാഞ്ചക്രുഃ ഗംഗായാം സഹ കൃഷ്ണയാം. പത്നീ സംയാജാവഭൃത്യൈഃ ചരിത്വാ തേ തം ഋത്വിജഃ ആചാന്തം സ്നാപയാഞ്ചക്രുഃ ഗംഗായാം സഹ കൃഷ്ണയാം. ആ അവഭൃത സ്നാനം എങ്ങനെയൊക്കെയാണ് യുധിഷ്ഠിരനെ കൊണ്ട് ഋത്വിക്കുകൾ, പുരോഹിതന്മാർ ചെയ്യിച്ചത് എന്ന് പറയാണ്. പത്നീ സംയാജ അവഭൃത്യൈഃ ചരിത്വാ. ചടങ്ങുകളുടെ പേരുകളാണ്. പത്നീ സംയാജം, പത്നീ സംയാജം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവഭൃത സ്നാനത്തിനായിക്കൊണ്ട് ചെന്നതായിട്ടുള്ള ഗംഗാതീരത്ത് ഭാര്യയോടുകൂടി ചെയ്യേണ്ട ചില കർമ്മങ്ങൾ, പത്നീ സമേതനായി ചെയ്യേണ്ട സമ്യക്കായ യാജം. യാജം എന്ന് പറഞ്ഞാൽ യാഗം തന്നെ, യജിക്കൽ തന്നെയാണ്. അപ്പോൾ അവിടെയും ചില കർമ്മങ്ങളൊക്കെ, ചില പൂജാദികളൊക്കെ ചെയ്യിച്ചു. അത് പത്നീ സംയാജം. അത് കഴിഞ്ഞ് അവഭൃത്യൈഃ ചരിത്വ, ഔഭൃത സ്നാനത്തെ സംബന്ധിച്ചതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചിട്ട് എന്നർത്ഥം. ഔഭൃത സ്നാനത്തിന് മുന്നോടിയായി ചെയ്യേണ്ട മറ്റു പല കർമ്മങ്ങളും ചെയ്യിച്ച് ചരിത്വ അനുഷ്ഠിച്ച് തേ ഋത്വിജഃ ആ പുരോഹിതന്മാർ തം ഗംഗായാം കൃഷ്ണയാ സഹ ആചാന്തം സ്നാപയാഞ്ചക്രുഃ. ആ ഋത്വിക്കുകൾ തം യുധിഷ്ഠിരം ഗംഗായാം, ആ ഗംഗാനദിയിൽ, ദേവനദിയായ ഗംഗയിൽ കൃഷ്ണയാ സഹ, അദ്ദേഹത്തിന്റെ ധർമ്മപത്നി സ്ഥാനത്ത് യജമാനിയായിരിക്കുന്നത് പാഞ്ചാലി തന്നെയാണ്. അപ്പൊ ആ പാഞ്ചാലിയോടുകൂടി ആചാന്തം, ആചാന്തം എന്ന് പറഞ്ഞാൽ ആചമനം കുർവന്തം, ആചമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വെള്ളം കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ശരീരത്തിലെ അവയവങ്ങളെയൊക്കെ സ്പർശിക്കലാണ്, ഇന്ദ്രിയങ്ങളെയൊക്കെ ശുദ്ധീകരിക്കലാണ് ആചമനം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആചമനം ചെയ്യിച്ചിട്ട്, ആചമനം ചെയ്യിക്കുന്നവനായ അദ്ദേഹത്തെ സ്നാപയാൻ ചക്രുഹു, സ്നാപനം ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ സ്നാനം ചെയ്യിച്ചു. അദ്ദേഹത്തെ നന്നായിട്ട് ഗംഗയിൽ അഭിഷേകം ചെയ്യിച്ചു എന്നർത്ഥം. അപ്പം അത് ചടങ്ങുകൾ, ഋത്വിക്കുകൾ തന്നെ അതിന് നേതൃത്വം കൊടുത്തു. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് സ്നാനം ചെയ്യണം, അപ്പോൾ അതെല്ലാം വൃത്തിയായിട്ട് ചെയ്യിച്ചു. അങ്ങനെ യുധിഷ്ഠിരൻ പാഞ്ചാലി സമേതനായിട്ട് അവഭൃത സ്നാനം ചെയ്തു. ആ സമയത്ത് ദേവദുന്ദുഭയോ നേതുഹു നരദുന്ദുഭിഃ സമം മുമുചു പുഷ്പവർഷാണി ദേവർഷി പിതൃമാനവാഃ. ദേവദുന്ദുഭയോ നേതുഹു നരദുന്ദുഭിഃ സമം മുമുചു പുഷ്പവർഷാണി ദേവർഷി പിതൃമാനവാഃ. നരദുന്ദുഭിഃ സമം, ഭൂമിയിൽ നരന്മാർ വാദിക്കുന്ന വാദ്യങ്ങളുണ്ട്. ആ ദുന്ദുബികളോട് കൂടെ ദേവദുന്ദുഭയഃ നേതുഹു, ആകാശത്തുനിന്ന് ദേവന്മാരും ദുന്ദുബി എന്ന വാദ്യങ്ങളെ ഘോഷിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരമായിരുന്നു യുധിഷ്ഠിരന്റെ ഈ രാജസൂയ യാഗം.
അപ്പം അതിൻ്റെ പൂർത്തീകരണം ദേവന്മാരൊക്കെ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് അവരും യുധിഷ്ഠിരനെ പ്രശംസിച്ചുകൊണ്ടും മറ്റും അവരുടെ ദുന്ദുബികളെ മുഴക്കി. ദേവർഷി മാനവാഹ പുഷ്പവർഷാണി മുമുജുഹു. അവിടെ ദേവന്മാര്, ഋഷിമാര്, പിതൃക്കള്, മാനവന്മാര് എല്ലാവരും തന്നെ പുഷ്പവൃഷ്ടിയെ മോചിപ്പിച്ചു. അപ്പൊ ആകാശചാരികളൊക്കെ ആകാശത്ത് നിന്നും, ഭൂമിയിലുള്ളവരൊക്കെ ഭൂമിയിൽ നിന്നും യുധിഷ്ഠിരന്റെ നേരെ പുഷ്പവർഷം ചെയ്ത് അദ്ദേഹത്തെ അഭിനന്ദിച്ചു, പ്രശംസിച്ചു. അങ്ങനെ വാദ്യഘോഷങ്ങളോടെ, പുഷ്പവൃഷ്ടിയോടെ യുധിഷ്ഠിരനും പാഞ്ചാലിയുമായിട്ടുള്ള സ്നാനം ആദ്യം കഴിച്ചു. കൂടെ സസ്നുസ്തത്ര തതഃ സർവേ വർണ്ണാശ്രമയുധാ നരാഃ മഹാപാദക്യപിയതഃ സദ്യോ മുച്യേത കിൽബിഷാദ്. സസ്നുസ്തത്ര തതഃ സർവേ വർണ്ണാശ്രമയുധാ നരാഃ മഹാപാദക്യപിയതഃ സദ്യോ മുച്യേത കിൽബിഷാദ്. തത്ര തതഃ സർവേ വർണ്ണാശ്രമയുധാ നരാഃ സസ്നുഃ. സസ്നുഹു എന്ന് പറഞ്ഞാൽ സ്നാനം ചെയ്തു എന്നർത്ഥം. എല്ലാവരും സ്നാനം ചെയ്തു. സർവേ നരാഹ വർണ്ണാശ്രമയുധാഹ, ഏത് വർണ്ണത്തിൽപ്പെട്ടവരും ഏത് ആശ്രമത്തിൽപ്പെട്ടവരുമായിട്ടുള്ള എല്ലാവരും അവിടെ വന്നു ചേർന്ന സകലരും, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യശൂദ്രാദികൾ എല്ലാവരും, ബ്രഹ്മചാരി, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസികളായിരിക്കുന്ന 4 ആശ്രമങ്ങളിൽപ്പെട്ടവരും എല്ലാ തരക്കാരും തത്ര സർവേ സസ്നുഹു. യജമാനനും യജമാനിയും ചടങ്ങുകളോടുകൂടി സ്നാനം ചെയ്ത് കഴിഞ്ഞതോടുകൂടി ബാക്കിയുള്ളവരും, കാരണം അവരാണ് ഈ എന്താ പറയുക, അവരുടെ കർമ്മം കൊണ്ട് ഈ ഗംഗയെ പോലും പവിത്രീകരിച്ചു. രാജസൂയം പോലെ ഒരു യാഗം ചെയ്ത മഹാഭാഗ്യവാനായ പുണ്യാത്മാവായ യുധിഷ്ഠിരൻ സ്നാനം ചെയ്യുന്നതോടുകൂടി ആ ഗംഗയ്ക്ക് കൂടുതൽ പവിത്രത ഉണ്ടാവുകയാണ്, ആ ജലാശയം കൂടുതൽ ശുദ്ധമാവുകയാണ്. അത്രയും വലിയ ഒരു യാഗമാണത്. ആ വലിയൊരു ദീക്ഷയോടുകൂടി, വ്രതത്തോടുകൂടി അത് അനുഷ്ഠിച്ചു കഴിഞ്ഞ ഒരാൾ കുളിച്ചു കഴിഞ്ഞതായിട്ടുള്ള ആ വെള്ളത്തിൽ ആ പുണ്യത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് മറ്റുള്ളവരെല്ലാവരും ഒപ്പം മുങ്ങി എന്നർത്ഥം. അപ്പൊ യുധിഷ്ഠിരൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഇവരെല്ലാം അതോടുകൂടി പങ്കിട്ടെടുക്കുകയാണ്. അതാണ് സർവേ വർണ്ണാശ്രമ യുധാഹ നരാഹ തത്ര സസ്നുഹു, അവിടെ സ്നാനം ചെയ്തു. യതഃ, എന്തെന്നാൽ എന്തിനാ അവരൊക്കെ കുളിച്ചത്? യജമാനിയും കുളിച്ചാ പോരെ? മഹാപാതകീ അഭി സദ്യഃ കിൽബിഷാദ് മുച്ഛേദ. എത്ര മഹാപാതകം ചെയ്തവരാണെങ്കിലും സദ്യഃ, ഈ ഇതുപോലെയുള്ളതായിട്ടുള്ള സന്ദർഭത്തിൽ ഇതുപോലൊരു യജമാനിയും രാജസൂയം കഴിഞ്ഞ് കുളിച്ചതായിട്ടുള്ള ആ ജലത്തിൽ കുളിച്ചാൽ എത്ര മഹാപാതകിയാണെങ്കിലും സദ്യഃ കിൽബിഷാദ് മുച്ഛേദ, ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി തീരും. അപ്പൊ ഗംഗയ്ക്ക് സ്വതവേ തന്നെ പവിത്രതയുണ്ട്, ശുദ്ധീകരിക്കാനുള്ള സാമർഥ്യമുണ്ട്. ആ ഗംഗയില് ഇതുപോലൊരു രാജസൂയയാഗം ചെയ്ത മഹാത്മാവായ യുധിഷ്ഠിരൻ സ്നാനം ചെയ്യുന്നതോടുകൂടി അതിന് കൂടുതൽ ശക്തി വരികയാണ്, എനർജി വരികയാണ്. ആ സമയത്ത് തന്നെ മറ്റുള്ളവരൊക്കെ സ്നാനം ചെയ്യുമ്പോൾ അവർക്ക് ആ എനർജി പകർന്നു കിട്ടുന്നു, ആ ശുദ്ധി പകർന്നു കിട്ടുന്നു. അപ്പം അതാണ് ഇവിടെ നടന്നത്. നമ്മൾ ക്ഷേത്രങ്ങളിലെ ആറാട്ടുകൾ, അതുപോലെയുള്ള പല ചടങ്ങുകൾക്കും അല്ലേ, ദേവൻ ആ ഇതെല്ലാം കഴിഞ്ഞ് അവസാനത്തെ ആറാട്ടിന് ദേവനെ സ്നാനം ചെയ്യിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും ഒപ്പം ആ ജലാശയത്തിൽ ഇറങ്ങി മുങ്ങുന്നു. എന്തിനാ? ആ ദേവവിഗ്രഹത്തിലെ ചൈതന്യം ആ ജലത്തിൽ പകർന്നിരിക്കുകയാണ്, ആ ജലാശയം പരിശുദ്ധമായിരിക്കുകയാണ്. അത് എല്ലാവർക്കും പകർന്നു കിട്ടുന്നു ഉടനെ. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഒപ്പം സ്നാനം ചെയ്യുന്നത്. ഇന്നലെ അല്ലേ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമിയുടെ അൽപ്പശി ഉത്സവത്തിൻ്റെ ആറാട്ടായിരുന്നു. ഇതുപോലെ ഗംഭീരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി ഭഗവാൻ സ്നാനം ചെയ്ത ആ സന്ദർഭത്തിൽ അനേകം പേര് സ്നാനം ചെയ്ത് കാണും. അപ്പോൾ എല്ലാവരും
ഇമ്മീഡിയറ്റ് ആയിട്ട് പാപത്തിൽ നിന്ന് മുക്തരായിത്തീരുന്നു എന്ന് പറയാം. മഹാപാതക്യബീയത സദ്യോ മുച്ഛേത കൽബിഷാദ്. അദ രാജാഹതേ ക്ഷൗമേ പരിധായ സ്വലംകൃതഃ ഋത്വിക് സദസ്യ വിപ്രാദീൻ ആനർച്ചാഭരണംബരൈഃ. അദ രാജാഹതേ ക്ഷൗമേ പരിധായ സ്വലംകൃതഃ ഋത്വിക് സദസ്യ വിപ്രാദീൻ ആനർച്ചാഭരണംബരൈഃ. അദ രാജാ അഹതേ ക്ഷൗമേ പരിധായ സ്വലംകൃതഃ. അധ അനന്തരം സ്നാനാനന്തരം എന്നർത്ഥം. രാജാ യുധിഷ്ഠിരഃ അഹതേ ക്ഷൗമേ പരിധായ. ക്ഷൗമം എന്നാൽ പട്ടുവസ്ത്രം. ക്ഷൗമേ എന്ന് ദ്വിവചനമാണ്, രണ്ട് പട്ടുവസ്ത്രം. അത് അഹതേ എന്ന് വിശേഷണം. അഹതം ഏകവചനം, അഹതേ ദ്വേ രണ്ട്. എന്താ അഹതേ എന്ന് പറഞ്ഞാല് ഹനിക്കപ്പെടാത്തത്, അടിച്ചു തിരുമ്മാത്തത്, അലക്കാത്തത് എന്നൊക്കെ അർത്ഥം. കോടി നമ്മൾ പറയും, കോടി വസ്ത്രം. അതാണ് നനച്ച് ഇതുവരെ ഇതാക്കിയിട്ടില്ലാത്തതായിട്ടുള്ള അഹതങ്ങളായ ഹനിക്കപ്പെടാത്തതായിട്ടുള്ള അലക്കാത്തതായിട്ടുള്ള രണ്ട് വസ്ത്രങ്ങളെ അഥവാ പുതിയ വസ്ത്രങ്ങളെ, പട്ടുവസ്ത്രങ്ങളെ പരിധായ ചുറ്റിധരിച്ച് സ്വലംകൃത നല്ലതുപോലെ അലങ്കൃതനായിട്ട്. അപ്പോൾ രണ്ട് വസ്ത്രങ്ങൾ എന്തിനാ? ഒന്ന് വേഷ്ടി, മറ്റൊന്ന് ഉത്തരീയം. അങ്ങനെ രണ്ട് വസ്ത്രങ്ങളാണ് പഴയ സമ്പ്രദായം. അപ്പോൾ അത് രണ്ടും ചുറ്റിയിട്ട് നല്ലതുപോലെ അലങ്കരിച്ചവനായിട്ട് ചന്ദനം, കുങ്കുമം അല്ലെങ്കിൽ ഭസ്മം മുതലായതൊക്കെ പൂശിയിട്ടും ആഭരണാദികളൊക്കെ ധരിച്ചും അലങ്കൃതനായിട്ട് മാലയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അവിടുന്ന് ഋത്വിക് സദസ്യ വിപ്രാദീൻ ആഭരണാംബരൈഹി ആനർച്ച. അവിടെ വന്നിരിക്കുന്ന കൂടെ വന്ന ഋത്വിക്കുകൾ പുരോഹിതന്മാരാണെങ്കിലും സദസ്യന്മാരാണെങ്കിലും മറ്റ് ബ്രാഹ്മണരാണെങ്കിലും അവരെയൊക്കെ പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും കൊടുത്ത് അവരെയും പൂജിച്ചു. നിങ്ങളും നല്ല വസ്ത്രങ്ങൾ ധരിക്കുവിൻ, പുതിയ വസ്ത്രങ്ങൾ ധരിക്കുവിൻ, നല്ല ആഭരണങ്ങൾ ധരിക്കുവിൻ എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണർക്കൊക്കെ വസ്ത്രാദി ദാനം ചെയ്ത് അവരെയും പൂജിച്ചു. ആനർച്ച. അപ്പോൾ എല്ലാവരെയും കൂടെ വന്ന പുരോഹിതാദികളെ എല്ലാവരെയും ബഹുമാനിച്ചു, പൂജിച്ചു, സൽക്കരിച്ചു. ബന്ധുജ്ഞാതി നൃപാൻ മിത്രസുഹൃദോന്യാംശ്ച സർവശഃ അഭീക്ഷ്ണം പൂജയാമാസ നാരായണ പരോ നൃപഃ. ബന്ധുജ്ഞാതി നൃപാൻ മിത്രസുഹൃദോന്യാംശ്ച സർവശഃ അഭീക്ഷ്ണം പൂജയാമാസ നാരായണ പരോ നൃപഃ. മറ്റുള്ളവരെയും കൂടെ വന്ന ബന്ധുക്കൾ, ജ്ഞാതികൾ അഥവാ ബന്ധമുള്ളവർ, മറ്റ് നൃപാൻ രാജാക്കന്മാർ, മിത്ര സുഹൃദ മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, അന്യാൻ സർവശഃ ബാക്കിയുള്ള എല്ലാവരെയും, നാരായണപരഃ നൃപഃ നാരായണപരനായ രാജാവ്, വിഷ്ണുഭക്തനായ രാജാവ് എല്ലാവരെയും ഭഗവൻ സ്വരൂപികളായി കണ്ടുകൊണ്ട് എന്നർത്ഥം. ഈ ചുറ്റും വന്നിരിക്കുന്നവരെല്ലാം ഭഗവത് സ്വരൂപികൾ തന്നെ എന്നുള്ള സർവാത്മഭാവേന യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ എന്ന ഭാവേന എല്ലാവരെയും നാരായണ ബുദ്ധിയ അഭീക്ഷ്ണം പൂജയാമാസ നല്ലതുപോലെ പൂജിച്ചു, അവരെയൊക്കെ ബഹുമാനിച്ചു, സൽക്കരിച്ചു. എല്ലാവർക്കും ആവുന്ന പോലെയൊക്കെ സമ്മാനങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കൊടുത്ത് എല്ലാവരെയും ബഹുമാനിച്ചു എന്നാണ്. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. സർവേ ജനാഃ സുരരുചോ മണികുണ്ടലസ്രക് ഉഷ്ണീഷ കഞ്ചുകദുകൂല മഹാർഗ്യഹാരാഃ നാര്യശ്ച കുണ്ടലയുഗാളക വൃന്ദജുഷ്ടവക്ത്രശ്രിയഃ കനകമേഖലയാ വിരേജുഃ. സർവേ ജനാഃ സുരരുചോ മണികുണ്ടലസ്രക് ഉഷ്ണീഷ കഞ്ചുകദുകൂല മഹാർഗ്യഹാരാഃ നാര്യശ്ച കുണ്ടലയുഗാളക വൃന്ദജുഷ്ടവക്ത്രശ്രിയഃ കനകമേഖലയാ വിരേജുഃ. സർവേ ജനാഃ സുരരുചഃ അവിടെ വന്നുകൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാവരും
സുരരുചഹ. സുരരുചഹ എന്ന് പറഞ്ഞാലോ സുരന്മാരെ പോലെ രുചിയുള്ളവർ. രുചി എന്നാൽ കാന്തി. അപ്പൊ ദേവന്മാരെ പോലെ കാന്തിയോട് ശോഭിക്കുന്നവരായിട്ട് എല്ലാവരും ഈ ഒരു സന്ദർഭത്തിൽ ദേവതുല്യന്മാരായി കാണപ്പെട്ടു തേജസ്സുകൊണ്ട്. അങ്ങനെ സുരരുചഹ സർവേ ജനാഹ, ദേവന്മാരെ പോലെ ശോഭിക്കുന്ന എല്ലാ ജനങ്ങളും മണികുണ്ടല സ്രഗ് ഉഷ്ണീഷ കഞ്ചുക ദുകൂല മഹാർഗ്യഹാരാഹ. പുരുഷന്മാരെല്ലാവരും തന്നെ മണികുണ്ടല രത്നകുണ്ടലങ്ങൾ ധരിച്ചവരും അതുപോലെ തന്നെ സ്രക്ക് എന്ന് പറഞ്ഞാൽ പൂമാലകൾ ധരിച്ചവരും ഉഷ്ണീഷം എന്ന് പറഞ്ഞാൽ തലയെക്കെട്ട് തലപ്പാവ് എന്നൊക്കെ അർത്ഥമാണ്. കിരീടം വെച്ചിട്ടുള്ളവർ കിരീടം, അല്ലാത്ത ആളുകളൊക്കെ ഉഷ്ണീഷം. എല്ലാവർക്കും തലയിൽ തലപ്പാവുകളുണ്ട്. പട്ട് തുണി കൊണ്ട് തലപ്പാവുകൾ കെട്ടിയവരായിട്ടും ഉഷ്ണീഷമുള്ളവരായിട്ടും അതുപോലെ കഞ്ചുകം എന്ന് പറഞ്ഞാൽ ജാക്കറ്റ്. എല്ലാവരും എന്താ പറയുക, കോട്ടുകൾ ധരിച്ചവരായി, വസ്ത്രങ്ങൾ ധരിച്ചവരായി, കുപ്പായങ്ങൾ ധരിച്ചവരായിട്ട് എന്നർത്ഥം. കഞ്ചുകങ്ങളും ദുകൂലം പട്ടുവസ്ത്രങ്ങൾ ധരിച്ചവരും മഹാർഗ്യഹാരാഹ. ഹാരങ്ങൾ എന്നാൽ മാലകൾ, അതും വിലമതിക്കാനാവാത്ത വളരെ വിലപിടിച്ച ഹാരങ്ങൾ ധരിച്ചവരും. അപ്പൊ രത്നങ്ങൾ കൊണ്ടൊക്കെയുള്ള ഹാരങ്ങൾ ധരിച്ചവരുമായിട്ട് എല്ലാവരും വിരേജുഹു വിരാജിച്ചു. അപ്പൊ ആദ്യത്തെ രണ്ട് വരികളിൽ പുരുഷന്മാർ, നരന്മാർ, ജനങ്ങൾ ശോഭിച്ചു എന്ന് പറഞ്ഞ് പിന്നത്തെ രണ്ട് വരിയിൽ നാര്യഹച, നാരികളും അഥവാ സ്ത്രീകളും ശോഭിച്ചു, വിരാജിച്ചു. എങ്ങനെ? കുണ്ടലയുഗ അളക വൃന്ദജുഷ്ടവക്ത്രശ്രിയ. കുണ്ടലയുഗങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാതിലും കുണ്ടലങ്ങൾ ധരിച്ചവരായിട്ട് ആഭരണങ്ങളെ കൊണ്ടും, അളകവൃന്ദം എന്ന് പറഞ്ഞാൽ കുറുനിരകൾ, മുഖത്തേക്ക് വീണ് കിടക്കുന്ന ചുരുണ്ട കുറുനിരകളോടുകൂടിയവരായിട്ടും, ജുഷ്ടങ്ങളായ സേവിക്കപ്പെടുന്നതായിട്ടുള്ള ശോഭിക്കുന്നതായിട്ടുള്ള വക്ത്രശ്രിയ മുഖശ്രീയോടുകൂടിയവരായിട്ട്. അപ്പൊ സ്ത്രീകളും നല്ല മുഖശ്രീയോടുകൂടി അലങ്കരിക്കപ്പെട്ട് കാണപ്പെട്ടു. നല്ല ആഭരണങ്ങളും ചുരുണ്ട മറ്റേ അളകങ്ങൾ നെറ്റിയിലേക്ക് ഞാന്ന് കിടക്കുന്നവരുമായി കൊണ്ട് സ്ത്രീകൾ കനകമേഖലയാം, അരയില് മേഖല അരഞ്ഞാണം, അത് സ്വർണം കൊണ്ട് അരഞ്ഞാണമെല്ലാം അരയിൽ ചുറ്റിയവരായിട്ട് വിരേജുഹു, അവരും ഒക്കെ സ്ത്രീകളും വിരാജിച്ചു. അപ്പോ ആ അവഭൃത സ്നാനം കഴിഞ്ഞിട്ടുള്ള ആ ഗംഗാതീരത്ത് എല്ലാവരും നിരന്നു നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു രംഗം, പുരുഷന്മാരൊക്കെ അലങ്കൃതരായിട്ട് തലയെക്കെട്ടൊക്കെ കെട്ടിക്കൊണ്ട് ശോഭിക്കുന്നു, നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് ശോഭിക്കുന്നു. സ്ത്രീകളും അതുപോലെ തന്നെ അരയിലെ അരഞ്ഞാണവും അതുപോലെ കുണ്ടലങ്ങളൊക്കെ ധരിച്ച് അളകങ്ങൾ കൊണ്ട് മുഖം ശോഭിക്കുന്നു. നല്ല താമര പോലെ ശോഭിക്കുന്ന മുഖങ്ങളോടുകൂടി എല്ലാ സ്ത്രീകളും അവിടെ ഉണ്ട് എന്നറിയാം. അദർത്തിജോ മഹാശാലാഹ സദസ്യ ബ്രഹ്മവാദിനഃ ബ്രഹ്മക്ഷത്രിയ വിക്ഷൂദ്രാഹ രാജാനോ യേ സമാഗതാഃ ദേവർഷി പിതൃഭൂതാനി ലോകപാലാ സഹാനുഗാഃ പൂജിതാസ്തമനുജ്ഞാപ്യ സ്വധാമാനിയയുർനൃപ. അദർത്തിജോ മഹാശാലാഃ സദസ്യ ബ്രഹ്മവാദിനഃ ബ്രഹ്മക്ഷത്രിയ വിക്ഷൂദ്രാഃ രാജാനോ യേ സമാഗതാഃ ദേവർഷി പിതൃഭൂതാനി ലോകപാലാ സഹാനുഗാഃ പൂജിതാസ്തമനുജ്ഞാപ്യ സ്വധാമാനിയയുർനൃപ. അത് അനന്തരം മഹാശാലാഃ ഋത്വിജഃ, വലിയ യോഗ്യന്മാരായിട്ടുള്ളവർ, വലിയ ഗൃഹസ്ഥന്മാരായിട്ടുള്ളവർ എന്നർത്ഥം. ശാലകൾ എന്ന് പറഞ്ഞാൽ പലതരം ശാലകളുണ്ട് അല്ലേ? ഗോശാല, അന്നശാല, അതിഥിശാല, പാഠശാല, യാഗശാല, ഇങ്ങനെ 5 ശാലകൾ ഒരു ഗൃഹസ്ഥൻ സംരക്ഷിക്കണം. അങ്ങനെയുള്ള ഗൃഹസ്ഥന്മാരെയാണ് മഹാശാലന്മാരെന്ന് പറയുക. ശാലകളോട് കൂടിയവർ. അതിഥികൾ വന്നാൽ താമസിക്കാനുള്ള അതിഥി ഗൃഹങ്ങളും ഒപ്പം അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അന്നശാലകളും
അതുപോലെ ഒരു ഗൃഹസ്ഥൻ തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള പാഠശാലകൾ, അതുപോലെ അഗ്നിഹോത്രം മുതലായതൊക്കെ നടത്തുന്ന യാഗയജ്ഞങ്ങൾ നടത്തുന്നതായിട്ടുള്ള യാഗശാലകൾ, പശുക്കളെ സംരക്ഷിക്കുന്ന ഗോശാലകൾ, ഇങ്ങനെയുള്ള ശാലകളൊക്കെ ഉള്ളവരെയാണ് മഹാശാലന്മാർ, ഗൃഹസ്ഥന്മാരെന്ന് പറയുന്നത്. ഗൃഹസ്ഥന്മാർക്ക് പണ്ടുകാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നല്ല മഹാശാലന്മാരായ ഋത്തിക്കുകൾ, നല്ല പുരോഹിതന്മാർ, ബ്രഹ്മവാദിനഃ, അതുപോലെ വേദം ഉച്ചരിക്കുന്നവരായ സദസ്യാഹ, സദസ്, ആ സദസ്സിൽ വന്നു ചേർന്നിരിക്കുന്നവർ, അവരും ഒപ്പം മഹാശീലാഹ എന്ന് പാഠഭേദമോ, അതിനേക്കാൾ നല്ലത് മഹാശാലാഹ എന്നാണ്. മഹാശാലാഹ എന്നുള്ള പാഠമാണ് ഉത്തമം. മഹാശീലാഹ എന്നുള്ളത് കോംപ്രമൈസ്. മഹത്തായ ശീലങ്ങളോടുകൂടിയവർ എന്ന് അർത്ഥം പറയാം. പക്ഷെ അതിനേക്കാൾ നല്ലത് മഹാശാലാഹ ഋത്വിജഃ. ബ്രഹ്മവാദിനഃ സദസ്യാഹ, വേദം ഘോഷിക്കുന്നവരായ സദസ്യരും, അതുപോലെ ബ്രഹ്മ ക്ഷത്രിയ വിട്ട് ശൂദ്രാഹ ഏ സമാഗതാഹ, ആരൊക്കെയാണോ വന്നു ചേർന്നത് 4 വർണ്ണത്തിൽപ്പെട്ടവർ, അതാണ് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര്, ക്ഷത്രിയര്, വിട്ട് എന്ന് പറഞ്ഞാൽ വൈശ്യന്മാര്, ശൂദ്രാഹ ശൂദ്രന്മാര്. വിശ എന്നുള്ള ധാതുവാണ് വൈശ്യ ശബ്ദം, അതിനെ ഇവിടെ വിട്ട് എന്നുള്ള ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ബ്രഹ്മ ക്ഷത്രിയ വിട്ട് ശൂദ്രാഹ, 4 വർണ്ണത്തിൽപ്പെട്ട വന്നു ചേർന്നവരെല്ലാവരും തന്നെ രാജാനഹ ദേവർഷി പിതൃഭൂതാനി, വന്നു ചേർന്ന രാജാക്കന്മാര്, ദേവന്മാര്, ഋഷികള്, പിതൃക്കള്, ഭൂതങ്ങള് എല്ലാവരും സഹാനുഗാഹ, അവരവരുടെ അനുഗന്മാരോടുകൂടെ, അവരെ അനുഗമിച്ചിരുന്ന ആളുകളോടുകൂടെ, ആ ലോകപാലാഹ പൂജിതാഹ, ലോകപാലന്മാർ ദേവന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവരുമൊക്കെ യുധിഷ്ഠിരനാൽ ബഹുമാനിക്കപ്പെട്ട് പൂജിതരായിട്ട് തം യുധിഷ്ഠിരം അനുജ്ഞാപ്യ, ആ യുധിഷ്ഠിരനോട് യാത്രാനുമതി ചോദിച്ച്, ഞങ്ങൾ പൊക്കോട്ടെ, കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞുല്ലോ, ഇനിയും ഞങ്ങളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഞങ്ങൾ മഹാശാലന്മാരൊക്കെയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലാണ് അങ്ങയുടെ ഈ ഒരു മഹാകാര്യം, അതിൽ പങ്കെടുക്കണം എന്നുള്ള ശ്രദ്ധയോടുകൂടി ഞങ്ങൾ വന്നു ചേർന്നതാണ്. ഇനിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ അവരവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുവാനായിക്കൊണ്ട് പോകാൻ അനുമതി തരണം. അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. എവിടെ പോയാലും ആ കാര്യങ്ങളെ വേണ്ട പോലെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ സ്ഥാനങ്ങളിൽ ചെന്ന് അവരവരുടെ കർമ്മങ്ങളിലേക്ക് തിരിച്ചു വരണം. അല്ലാതെ ഒരു കാര്യം ഭംഗിയായി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അങ്ങോട്ട് കൂടുകയല്ല. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവിടുന്ന് യുധിഷ്ഠിരനാൽ വേണ്ട പോലെ വീണ്ടും വീണ്ടും കൃതജ്ഞത രേഖപ്പെടുത്തുകയും അവർക്കൊക്കെ വീണ്ടും വീണ്ടും കൈ നിറയെ ദക്ഷിണയും സമ്മാനങ്ങളും കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവര് അനുജ്ഞ കൊടുത്ത് അനുജ്ഞാപ്യ സ്വധാമാനി യയുഹു, ഹേ നൃപ, അല്ലയോ പരീക്ഷത്ത് രാജാവേ, അവരോരോരുത്തരും അവരവരുടെ ധാമങ്ങളിലേക്ക് യാനം ചെയ്തു മടങ്ങിപ്പോയി. അപ്പോ രാജസൂയ യാഗം പരിപൂർണമായി എന്ന് പറയാം. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. തുടർന്ന് ഹരിദാസസ്യ രാജർഷേഹ് രാജസൂയ മഹോദയം നൈവാതൃപ്യൻ പ്രശംസന്തഃ പിബൻ മർത്യോ അമൃതം യഥാ. ഹരിദാസസ്യ രാജർഷേഹ് രാജസൂയ മഹോദയം നൈവാതൃപ്യൻ പ്രശംസന്തഃ പിബൻ മർത്യോ അമൃതം യഥാ. ആ ഹരിദാസസ്യ രാജർഷേഹേ രാജസൂയ മഹോദയം പ്രശംസന്തഃ. ഹരിദാസൻ വിഷ്ണുഭക്തനായിരിക്കുന്ന കൃഷ്ണഭക്തനായിരിക്കുന്ന രാജർഷിയായ യുധിഷ്ഠിരന്റെ രാജസൂയ മഹോദയം, ആ രാജസൂയത്തിന്റെ മഹിമ
അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠത, അതിനെക്കുറിച്ച് പ്രശംസന്തഃ, എല്ലാവരും പ്രശംസിക്കുന്നവരായിക്കൊണ്ട്, നാതൃപ്യന്യേവ, അവർക്ക് പ്രശംസിച്ചിട്ടും തൃപ്തി വന്നില്ല. എല്ലാവർക്കും പ്രശംസിക്കുക തന്നെയാ പണി, എത്ര പറഞ്ഞാലും അവർക്ക് മതിയാവുന്നില്ല. ഏതുപോലെ അമൃതം പിബൻ മർത്യഃ യഥാ, മർത്യഃ എന്ന് പറഞ്ഞാൽ മരണം ശീലമായിട്ടുള്ളവരാണ്. അപ്പൊ മരണം ശീലമായിട്ടുള്ള ഒരാള് അമൃതം കുടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. മരണത്തെ അതിക്രമിക്കാനുള്ളതാണ് അമൃതം. തൻ്റെ ശീലം മർത്യനാണ്. ഇപ്പൊ മരിക്കുമെന്നുള്ള ഉറപ്പുള്ള ഒരാള് അമൃതം ഭക്ഷിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഉടനെ ഒന്നും മരണമില്ല എന്നുള്ള ആ ഒരു സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ അതുപോലെ വന്നവരെല്ലാം ഈ യുധിഷ്ഠിരന്റെ രാജസൂയത്തെക്കുറിച്ച് പ്രശംസിക്കുന്നവരായി എത്ര പറഞ്ഞിട്ടും തൃപ്തി വരാതെ അവര് യുധിഷ്ഠിരനോട് തന്നെ എല്ലാം പറഞ്ഞു. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും പരസ്പരം പറഞ്ഞു, ഭംഗിയായില്ലേ, ഗംഭീരമായില്ലേ, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്, ധന്യരാണ് എന്ന് പരസ്പരം പറഞ്ഞു. എന്നിട്ട് മടങ്ങിപ്പോകുമ്പോഴും അവർക്ക് ഇത് തന്നെ വർത്തമാനം. ഇനി നമ്മൾക്ക് ഇതുപോലൊരു യാഗം കാണാൻ പറ്റില്ല, പങ്കെടുക്കാൻ പറ്റില്ല. ഈ യുധിഷ്ഠിരന്റെ കാലത്ത് ജീവിച്ചിരുന്ന നമ്മളൊക്കെ ധന്യരാണ്. അദ്ദേഹത്തെ പോലൊരു ധർമാത്മാവ്, അതും ഭഗവാൻ കൃഷ്ണൻ കൂടെ നിന്നുകൊണ്ട് ഇതൊക്കെ നടത്തി കൊടുക്കുക. അപ്പൊ അതിലൊക്കെ പങ്കാളികളാവാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജന്മസുഹൃതം എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് മതിയാവാതെ അവർ പോവുകയാണ്. അതാണ് അതൃപ്യന്നേവ, അവർക്ക് തൃപ്തി ഉണ്ടായില്ല പറഞ്ഞിട്ട് പ്രശംസിച്ചിട്ട്. അപ്പൊ പിന്നെ ഇത് കേൾക്കുന്ന ദുര്യോധനന് സഹിക്കുമോ? അതാണ് ആ പശ്ചാത്തലം, ഇങ്ങനെയാണ് കിടക്കുന്നത്. തതോ യുധിഷ്ഠിരോ രാജ സുഹൃത് സംബന്ധി ബാന്ധവാൻ പ്രേംണാ നിവാസയാമാസ കൃഷ്ണം ച ത്യാഗകാതരഃ. തതോ യുധിഷ്ഠിരോ രാജ സുഹൃത് സംബന്ധി ബാന്ധവാൻ പ്രേംണാ നിവാസയാമാസ കൃഷ്ണം ച ത്യാഗകാതരഃ. അപ്പൊ വന്ന അതിഥികളായി വന്ന ബ്രാഹ്മണരും മറ്റുള്ള രാജാക്കന്മാരും എല്ലാവരും പോയി. പക്ഷേ അടുത്ത ബന്ധുക്കള് അവരെ ഉടനെയൊന്നും വിടുന്നില്ല യുധിഷ്ഠിരൻ. അതാണ് തതഃ അനന്തരം രാജാ യുധിഷ്ഠിരഃ, രാജാവായ യുധിഷ്ഠിരൻ സുഹൃത്ത് സംബന്ധി ബാന്ധവാൻ, തന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകള്, വിവാഹത്തിലൂടെ വന്ന സംബന്ധികളായിട്ടുള്ള ആളുകള്, അങ്ങനെയുള്ള എല്ലാവരെയും, അതുപോലെ കൃഷ്ണം ച, ഭഗവാൻ കൃഷ്ണനെയും, ത്യാഗകാതരഃ, ഉപേക്ഷിക്കുവാനുള്ള കാതരത കൊണ്ട് എന്ന് വെച്ചാലോ പരവശത കൊണ്ട്, വിട്ടയക്കാൻ മനസ്സില്ല. കൃഷ്ണനെയും ബന്ധുക്കളെയൊക്കെ വിടുമ്പോഴേക്കും, അവർ പോണോന്ന് പറയുമ്പോഴേക്കും പരവശനായിത്തീരുന്നു. അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് അവരെല്ലാം തന്നെ കൂടെ നിന്ന് അനുകൂലിച്ച് തൻ്റെ ഈ സ്വപ്നത്തെ സാക്ഷാത്കരിച്ച് തന്നവരാണ്. ആർക്കും ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യമാണ് താൻ ചെയ്തിരിക്കുന്നത്. അതിന് ഇവരുടെയൊക്കെ സഹായം തനിക്കുണ്ടായി. അപ്പൊ അവരോടുള്ള പ്രേമം, അതാണ് പ്രേംണാ നിവാസയാമാസ, പ്രേമം കൊണ്ട്, എല്ലാവരെയും സ്നേഹം കൊണ്ട്, പോകരുത്, കുറച്ചു ദിവസം കൂടി ഇവിടെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ നിവസിപ്പിച്ചു. ആ സന്തോഷം പങ്കിട്ടുകൊണ്ട് എന്നർത്ഥം. സന്തോഷ സന്ദർഭത്തെ വീണ്ടും വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് പരസ്പരം എന്താ പറയുക, അതിനെ പങ്കുവെച്ചുകൊണ്ട് സന്തോഷമായിട്ട് കഴിച്ചുകൂട്ടീന്ന. ഭഗവാനപി തത്രാംഗ നിവാൽസീ തത്പ്രിയങ്കരഃ പ്രസ്ഥാപ്യ യദുവീരാംശ്ച സാംബാദീംശ്ച കുശസ്ഥലീം. ഭഗവാനപി തത്രാംഗ നിവാൽസീ തത്പ്രിയങ്കരഃ പ്രസ്ഥാപ്യ യദുവീരാംശ്ച സാംബാദീംശ്ച കുശസ്ഥലീം. അല്ലയോ പരീക്ഷത്തെ, അംഗ, പൂജ്യനായ പരീക്ഷത്തെ കേൾക്കൂ. തത്പ്രിയങ്കരഃ ഭഗവാനപി, തത്പ്രിയങ്കരഃ,
യുധിഷ്ഠിരസ്യ പ്രിയങ്കര, യുധിഷ്ഠിരന് പ്രിയത്തെ ചെയ്യുന്നവനായിട്ടുള്ള ഭഗവാനും സാമ്പാദീൻ യദുവീരാൻ കുശസ്ഥലീം പ്രസ്ഥാപ്യ, ഭഗവാൻ തന്റെ പുത്രന്മാരായ സാമ്പൻ മുതലായവരെ കുശസ്ഥലിയിലേക്ക് പ്രസ്ഥാപ്യ പറഞ്ഞു വിട്ടിട്ട്, കുശസ്ഥലി ദ്വാരകയുടെ പഴയ പേരാണ്. അപ്പൊ ദ്വാരകാപുരിയിലേക്ക് കുറെ ആളുകളെ പറഞ്ഞു വിട്ടു, എല്ലാരും കൂടി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനും കൃഷ്ണപത്നിമാരായിട്ടുള്ളവരും വളരെ വേണ്ടപ്പെട്ടവരും മാത്രം അവിടെ നിന്നുകൊണ്ട് ബാക്കി തന്റെ പുത്രന്മാരെ സാമ്പാദികളെയെല്ലാം അവിടേക്ക് തിരിച്ച് ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചിട്ട് കുശസ്ഥലിയും പ്രസ്ഥാപ്യ തത്രന്യവാൽസീ, ഭഗവാൻ കുറച്ചു ദിവസം കൂടി അവിടെ നിവസിച്ചു. യുധിഷ്ഠിരന് സന്തോഷമുണ്ടാകാൻ വേണ്ടി ഭഗവാനും പത്നിമാരും അവിടെ താമസിച്ചു. ഇത്തം രാജാ ധർമ്മസുതോ മനോരഥമഹാർണവം സുദുസ്തരം സമുത്തീര്യ കൃഷ്ണേനാസീത് ഗതജ്വരഃ. ഇത്തം രാജാ ധർമ്മസുതോ മനോരഥമഹാർണവം സുദുസ്തരം സമുത്തീര്യ കൃഷ്ണേനാസീത് ഗതജ്വരഃ. ഇത്തം ധർമ്മസുതഃ രാജാ സുദുസ്തരം മനോരഥമഹാർണവം കൃഷ്ണേന സമുത്തീര്യ. ഇത്തം ഇപ്രകാരം ധർമ്മസുതഃ ധർമ്മപുത്രഃ യുധിഷ്ഠിരഃ രാജാ സുദുസ്തരം മനോരഥമഹാർണവം, മനോരഥമാകുന്ന മഹാസമുദ്രം. എന്തായിരുന്നു മനോരഥം? രാജസൂയയാഗം നടത്തുക എന്നുള്ള മനോരഥം. ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? സുദുസ്തര മഹാർണവം, ആർക്കും തരണം ചെയ്യാൻ പറ്റാത്ത മഹാസമുദ്രമാണ് ഈ മനോരഥം. ഏറ്റവും വലിയ മനോരഥമാണ്, ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് വലിയ കാര്യമാണ് യുധിഷ്ഠിരൻ ചെയ്തത്. സാധാരണക്കാർക്ക് ആർക്കും, സാധാരണയല്ല ഒരുവിധം പൗരുഷമുള്ളവർക്ക് ആർക്കും തന്നെ സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ഒരു മഹാസമുദ്രം തന്നെയാണ് ഈ രാജസൂയയാഗം ചെയ്യുക എന്നുള്ള മനോരഥം. ആ സുദുസ്തരമായ മനോരഥത്തെ അദ്ദേഹം തരണം ചെയ്തു. എങ്ങനെ? കൃഷ്ണേന സമുത്തീര്യ, കൃഷ്ണനാകുന്ന കപ്പൽ കൊണ്ട് തരണം ചെയ്തിട്ട്. അല്ലേ? കൈവർത്തക കേശവ. നമ്മുടെ മഹാഭാരത യുദ്ധം പാണ്ഡവന്മാർ എങ്ങനെ തരണം ചെയ്തു? ഭഗവാനാകുന്ന കപ്പിത്താൻ കൂടെ ഉണ്ടായതുകൊണ്ട്. അപ്പൊ അതുപോലെ ഈ രാജസൂയയാഗം എന്ന മഹാസാഗരത്തെയും ഈ മനോരഥ മഹാസാഗരത്തെയും യുധിഷ്ഠിരൻ തരണം ചെയ്തത് കൃഷ്ണന്റെ സഹായത്തോടുകൂടി. അങ്ങനെ കൃഷ്ണേന സമുത്തീര്യ, ഉത്തരണം ചെയ്തിട്ട് മറുകര കണ്ടിട്ട് അതിന്റെ സാഫല്യം വരുത്തിയിട്ട് എന്ത് ചെയ്തു? ഗതജ്വര ആസീത്. ജ്വരം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ താപം. അത് പല കാരണങ്ങളെ കൊണ്ടുണ്ടാവാം. മനസ്സിന് താപം. ഇവിടെ ഈ ആഗ്രഹം തന്നെയാണ് താപകാരണം. രാജസൂയയാഗം നടത്തണം, രാജസൂയയാഗം നടത്തണം, രാജസൂയയാഗം നടത്തണം എന്നുള്ള ഉള്ളിലുണ്ടായിരുന്നൊരു താപം. ആ താപത്തെ ശമിപ്പിച്ചിട്ട് ഗതജ്വരനായിട്ട്, ജ്വരം പോയവനായിട്ട്, എല്ലാ ആശങ്കകളും എല്ലാ ആങ്സൈറ്റികളും എല്ലാം വെടിഞ്ഞവനായി, തൃപ്തനായി എന്നർത്ഥം, സ്വസ്ഥനായി, ആഗ്രഹങ്ങൾ സാധിച്ചു. അങ്ങനെ ഗതജ്വരനായി ആസീത് ഭവിച്ചു. ഇപ്പൊ നമ്മുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം വന്നാൽ അതൊരു ജ്വരമാണ്. നമ്മളെ വെറുതെ ഇരുത്തില്ല, അതിങ്ങനെ നമ്മളെ തുള്ളിച്ചുകൊണ്ടേയിരിക്കും, വിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ജ്വരം മാറണമെങ്കിൽ എന്ത് വേണം? ആഗ്രഹം സാധിക്കണം. ഇവിടെ വലിയൊരു ആഗ്രഹമാണ് രാജസൂയയാഗം. അത് നടത്തി എല്ലാ ആശകളും അടങ്ങിയവനായി സ്വയം സ്വസ്ഥനായി തീർന്നു യുധിഷ്ഠിരൻ. ഇത്തം രാജാ ധർമ്മസുതോ മനോരഥമഹാർണവം സുദുസ്തരം സമുത്തീര്യ കൃഷ്ണേന ആസീത് ഗതജ്വരഃ. അങ്ങനെ രാജസൂയം പരിപൂർണമാക്കി ഇവിടെ സമർപ്പിച്ചു. ഇനി അതിനുശേഷം ഇവരെല്ലാവരും, ബന്ധുക്കളെല്ലാം കുറച്ചു ദിവസം കൂടി അവിടെ താമസിക്കുന്നു. അങ്ങനെ ഇരിക്കേ ഏകദാ അന്തഃപുരേ തസ്യ വീക്ഷ്യ ദുര്യോധന ശ്രിയം
അതപ്യത് രാജസൂയസ്യ മഹിത്വം ച അച്യുതാത്മനഃ ഏകദാന്തഃ പുരേ തസ്യ വീക്ഷ്യ ദുര്യോധനശ്രിയം അതപ്യത് രാജസൂയസ്യ മഹിത്വം ച അച്യുതാത്മനഃ. ഏകദാ അങ്ങനെയിരിക്കെ ഒരിക്കൽ ദുര്യോധനഃ, കഥയിലേക്ക് ശരിക്കുള്ള പരീക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് ഉത്തരം വരികയാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലം ഒരുക്കി എന്നിട്ടാണ് ആ കഥ ഉത്തരം പറയുന്നത്. ഒരിക്കൽ ആ ദുര്യോധനൻ അച്യുതാത്മനഃ തസ്യ അന്തഃപുരേ ശ്രിയം രാജസൂയസ്യ മഹിത്വം വീക്ഷ്യ അതപ്യത്. അതപ്യത് എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ തപിച്ചു. ദുര്യോധനന് വല്ലാത്ത മനസ്താപമുണ്ടായി. ഒരാളുടെ താപം ശമിച്ചു, മറ്റൊരാൾക്ക് താപം തുടങ്ങി. ആർക്കാ താപം ശമിച്ചത്? യുധിഷ്ഠിരന്റെ താപം ശമിച്ചു, ഗതജ്വരനായി തീർന്നു. പക്ഷെ അത് മറ്റൊരാളുടെ ജ്വരത്തിന് കാരണമായി. ദുര്യോധനന്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങി എന്നർത്ഥം. ഇതാണ് അതപ്യത്, വല്ലാതെ തപിച്ചു. എന്ത് കണ്ടിട്ട്? അച്യുതാത്മനഃ തസ്യ, ഭഗവാനിൽ, അച്യുതനായ ഭഗവാനിൽ മനസ്സുറപ്പിച്ചവനായ ആ യുധിഷ്ഠിരന്റെ, തസ്യ അവന്റെ, അന്തഃപുരേ ശ്രിയം, അന്തഃപുരത്തിൽ ആ കൊട്ടാരത്തിലുള്ള ഐശ്വര്യങ്ങളെയൊക്കെ ഇപ്പോഴാണ് നല്ലോണം നോക്കിക്കാണുന്നത്. ഇതുവരെ തിരക്കായിരുന്നു. രാജസൂയ യാഗത്തിന്റെ ഒരുക്കങ്ങളും അത് കഴിഞ്ഞ് അതിന്റെ ചടങ്ങുകളും ആളുകളുടെ തിരക്കും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ യുധിഷ്ഠിരന്റെ ഇന്ദ്രപ്രസ്ഥം എന്നുള്ളതായിട്ടുള്ള ആ കൊട്ടാരത്തിന്റെ ആ സഭയുടെ ഒന്നും മഹിമയൊന്നും കണ്ടിരുന്നില്ല. എല്ലാം ഒന്ന് വിസ്തരിച്ച് ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതും അത് മനസ്സിലാക്കുന്നതും ഇപ്പോഴാണ്. അപ്പോൾ എവിടെ നോക്കിയാലും രത്നങ്ങൾ കൊണ്ടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ആനക്കൊമ്പുകൾ കൊണ്ടുമുള്ള ശില്പവേലകളാണ്. ഒന്നിനും ഒരു കുറവുമില്ല. അങ്ങനെയുള്ള ആര് കണ്ടാലും ഭ്രമിച്ചു പോകുന്ന, കണ്ണഞ്ചിപ്പിക്കുന്നതായിട്ടുള്ള ആ ശില്പചാതുര്യം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇന്ദ്രപ്രസ്ഥം കണ്ടിട്ട് അല്ലേ അസൂയ മൂത്തു. ഇന്നത്തെ സമൂഹത്തിലും ഇതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും കടം വാങ്ങിയിട്ടാണെങ്കിലും അവരുടെ ഗൃഹങ്ങൾ മോടി പിടിപ്പിച്ച് ഗൃഹപ്രവേശത്തിന് വരുന്നവരുടെ കണ്ണഞ്ചിപ്പിക്കുക എന്നാണ് അവരുടെ ഉദ്ദേശ്യം. വാസ്തവം പറഞ്ഞാൽ ഒറ്റ ദിവസത്തേക്ക് അതിൻ്റെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കാനും പോകുന്നില്ല, പ്രയോജനവുമില്ല. പലതും ഭാരമായി മാറും അല്ലേ? പല ഗൃഹങ്ങളും അതിലുള്ള ശില്പവേലകളും അതിലുള്ള ഫർണിഷിംഗ്, ക്യൂരിയോസ്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല പണിയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ മെയിൻ്റനൻസ് മതിയാക്കും, പിന്നെ പൊടി പിടിച്ച് തിരിഞ്ഞു നോക്കാതെ കിടക്കും. അപ്പോൾ അതുപോലെയാണ് പലരും പൊങ്ങച്ചം കാണിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. ആവശ്യമില്ലാതെ വലിയ വലിയ ഗൃഹങ്ങൾ പണിത് കൊട്ടാരങ്ങൾ പോലെ അല്ലേ, ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് അവസാനം പൊങ്ങച്ചമൊക്കെ കാണിച്ച് പിന്നീട് ലോൺ അടയ്ക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന പാരമ്പര്യം നമ്മുടെ കേരളത്തിലേ ഉള്ളൂ. അപ്പം അതുപോലെ അത് മറ്റുള്ളവരുടെ ഉള്ളിൽ അസൂയയെ ജനിപ്പിക്കും. ഈ അസൂയ ജനിപ്പിക്കലാണ് ഈ പൊങ്ങച്ചം കാണിക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശ്യം. അപ്പൊ ഇവിടെ ദുര്യോധനന്റെ ഉള്ളില് ഇതൊക്കെ കണ്ടിട്ട് ആകെ അസ്വസ്ഥതയായി, താപമായി. അതാണ് ഇവിടെ അന്തഃപുരേ ശ്രിയം രാജസൂയസ്യ മഹിത്വം, രാജസൂയയാഗത്തിന്റെ മഹിമയെയും വീക്ഷ്യ കണ്ടിട്ട് ഏകദാ ദുര്യോധനഃ അതപ്യത്, ആ ദുര്യോധനൻ വല്ലാതെ തപിച്ചു. ഇനി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് ഇതിപ്പോ ഒന്ന് ചുരുക്കി പറഞ്ഞു. ദുര്യോധനൻ തപിച്ചു എന്ന് പറഞ്ഞു. ആ താപം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വിസ്തരിക്കുകയാണ്. യസ്മിൻ നരേന്ദ്ര ദിദിജേന്ദ്ര സുരേന്ദ്ര ലക്ഷ്മീ
നാനാവിഭാന്തി കില വിശ്വസൃജോപക്ലുപ്താഃ താഭിഃ പതീൻ ദ്രുപദരാജസുതോപദസ്ഥേ യസ്യാം വിഷക്തഹൃദയഃ കുരുരാടതപ്യത് യസ്മിൻ നരേന്ദ്ര ദിതിജേന്ദ്ര സുരേന്ദ്ര ലക്ഷ്മീഃ നാനാവിഭാന്തി കില വിശ്വസൃജോപക്ലുപ്താഃ താഭിഃ പതീൻ ദ്രുപദരാജസുതോപദസ്ഥേ യസ്യാം വിഷക്തഹൃദയഃ കുരുരാട് അതപ്യത്. കുരുരാട് കൗരവരാജാവ്, കുരുരാജാവ് ദുര്യോധനൻ അതപ്യത് വല്ലാതെ തപിച്ചു. അപ്പൊ ദുര്യോധനൻ തപിച്ചത് എന്തൊക്കെ കണ്ടിട്ടാണ്? ആ ശ്രീയം ദൃഷ്ട്വാ എന്ന് പറഞ്ഞു, അന്തഃപുരത്തിലുള്ള സ്ത്രീ കണ്ടിട്ട്. അപ്പൊ ആ സ്ത്രീ എന്തൊക്കെയാണ്? യസ്മിൻ, ഏതൊരു യുധിഷ്ഠിരന്റെ ആ ഇന്ദ്രപ്രസ്ഥമാകുന്ന സഭയിൽ, അന്തഃപുരത്തിൽ, യസ്മിൻ നരേന്ദ്ര ദിതിജേന്ദ്ര സുരേന്ദ്ര ലക്ഷ്മീ വിശ്വസൃജ ഉപക്ലുപ്താഃ. നരേന്ദ്ര ലക്ഷ്മി, ദിതിജേന്ദ്ര ലക്ഷ്മി, സുരേന്ദ്ര ലക്ഷ്മീ. എന്താ നരേന്ദ്രലക്ഷ്മി? നരേന്ദ്രന്മാര്, ചക്രവർത്തിമാര്, രാജാക്കന്മാര്. അപ്പൊ രാജാക്കന്മാർക്ക് വേണ്ടതായിട്ടുള്ള ഐശ്വര്യങ്ങൾ. ദിതിജേന്ദ്രലക്ഷ്മി, അസുര രാജാവിൻ്റെതായിട്ടുള്ള ഐശ്വര്യങ്ങൾ. സുരേന്ദ്രലക്ഷ്മി, ദേവരാജാവായ ഇന്ദ്രന്റെ ഐശ്വര്യങ്ങൾ. അപ്പൊ ദേവ അസുര മനുഷ്യ ലോകത്തുള്ള എല്ലാ ഐശ്വര്യങ്ങളും, മൂന്ന് ലോകത്തിലുള്ള സകല ഐശ്വര്യങ്ങളും വിശ്വസൃജ ഉപക്ലുപ്താഹ. ഇവിടെ വിശ്വസൃജ എന്ന് പറഞ്ഞാൽ വിശ്വസൃക്ക്, വിശ്വസൃഷ്ടാവ്, വിശ്വകർമാവ്. ഇവിടെ വിശ്വകർമാവ് മയൻ തന്നെ, വിശ്വകർമാവിന്റെ പുത്രൻ തന്നെയാണ് മയൻ. അവരൊക്കെ വിശ്വകർമാക്കളാണ് അല്ലേ? ബ്രഹ്മാവിന്റെ അംശഭൂതന്മാരാണ്, ശില്പികളാണ്, സൃഷ്ടാക്കളാണ്. വിശ്വകർമാവിന്റെ തന്നെ പുത്രനായ മയനാൽ വിശ്വസൃജ ഉപക്ലുപ്താഹ. ഉപക്ലുപ്താഹ ചെയ്യപ്പെട്ടത്, നിർമ്മിക്കപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. അപ്പൊ മയനാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള നാനാവിഭാന്തി കില, പല വിധത്തിൽ ശോഭിക്കുന്നു അല്ലോ എന്ന്. കില എല്ലാം പലതരത്തില് ശോഭിക്കണം. എല്ലാ ഐശ്വര്യവും ഇവിടെ ഒന്നിച്ചു കാണാമെന്നർത്ഥം. ദേവലോകത്തുള്ളതും അസുരലോകത്തുള്ളതും മനുഷ്യലോകത്ത് രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലുള്ളതുമായിട്ടുള്ള സകല ഐശ്വര്യങ്ങളും ആ മയനാൽ നിർമ്മിക്കപ്പെട്ട് ഇവിടെ ശോഭിക്കുകയാണ് പല പ്രകാരത്തിൽ. താഭിഹി ദ്രുപദരാജസുതാ പതീൻ ഉപദസ്ഥേ. താഭിഹി, ആ സ്ത്രീകളെ കൊണ്ട്, ഐശ്വര്യങ്ങളെ കൊണ്ട്, ആ ലക്ഷ്മികളെ കൊണ്ട്, ദ്രുപദരാജസുതാ. ആരാ ദ്രുപദരാജസുത? പാഞ്ചാലി, ദ്രുപദരാജാവിന്റെ പുത്രിയായ പാഞ്ചാലി പതീൻ ഉപദസ്ഥേ, തന്റെ ഭർത്താക്കന്മാരെ സേവിക്കുന്നു. അപ്പൊ ഇന്ദ്രപ്രസ്ഥം എന്ന രാജധാനിയിൽ ആ സുന്ദരിയായ ദ്രുപദരാജാവിന്റെ പുത്രി പാഞ്ചാലി തന്റെ ഭർത്താക്കന്മാരായ പാണ്ഡവന്മാരെ സന്തോഷിപ്പിക്കുന്നു, സേവിക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ ഒന്നുകൂടെ ദുര്യോധനന് മൂക്കുകയാണ്. അങ്ങനെ യസ്യാം വിഷക്തഹൃദയഃ കുരുരാട് അതപ്യത്. യസ്യാം എന്ന് പറഞ്ഞാൽ ഈ ഒരു സഭയിലെ ഐശ്വര്യങ്ങളെല്ലാം കണ്ടിട്ട് അതിൽ വിഷക്തഹൃദയഃ, വിശേഷേണ സക്തഹൃദയഃ, ആസക്തിയുള്ളവനായിട്ട് ഈ ഭോഗങ്ങൾ ഐശ്വര്യങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ തനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇതെല്ലാം തൻ്റേതായിരുന്നെങ്കിൽ, തൻ്റെ മാത്രമായിരുന്നെങ്കിൽ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിഷക്തഹൃദയഃ കുരുരാട് അതപ്യൻ, ആ കുരുരാജാവ് തപിച്ചു എന്നർത്ഥം. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ, യുധിഷ്ഠിരന്റെയും പാണ്ഡവന്മാരുടെയും സർവ്വ ഐശ്വര്യങ്ങളും അത് തന്റെ കീഴിലായിരുന്നെങ്കിൽ, തനിക്ക് മാത്രം സ്വന്തമായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലേ, ആ പാഞ്ചാലിയെയും വേണമെങ്കിൽ, അതാണ് യസ്യാം എന്നുള്ളത് പാഞ്ചാലിയിലും എന്നെടുക്കാം. പാഞ്ചാലിയുടെ നേർക്കും ആസക്തിയുള്ളവനായിട്ട്, അതുകൊണ്ടാണ് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപാദികളൊക്കെ ചെയ്ത് തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടണ്ട, അല്ലെങ്കിൽ അത്ര കേമത്വമൊന്നും വേണ്ട എന്ന് അപമാനിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആ ദുര്യോധനൻ
പാഞ്ചാലി സ്വയംവരത്തിന് ദുര്യോധനനും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കിട്ടാത്തതാണ്. ആ പാഞ്ചാലിയിലും മനസ്സുള്ളവനായിട്ടുള്ള, ഈ ഐശ്വര്യത്തിലൊക്കെ മനസ്സുള്ളവനായിട്ടുള്ള ദുര്യോധനൻ വല്ലാതെ തപിച്ചു. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു എന്താ പറയുക, ഒരു ക്യാൻസർ പോലെ രോഗം ആയി തീരുകയാണ്. ഈ താപം അദ്ദേഹത്തെ വല്ലാതെ ഉരുക്കുകയാണ്. യസ്മിൻസ്തദാ മധുപതേർമഹിഷീ സഹസ്രം ശ്രോണീഭരേണ ശനകൈക്വണതംഗ്രിശോഭം മധ്യേ സുചാരുകുചകുങ്കുമശോളഹാരം ശ്രീമന്മുഖം പ്രചലകുണ്ടലകുന്തളാഢ്യം. യസ്മിൻസ്തദാ മധുപതേർമഹിഷീ സഹസ്രം ശ്രോണീഭരേണ ശനകൈക്വണതംഗ്രിശോഭം മധ്യേ സുചാരുകുചകുങ്കുമശോണഹാരം ശ്രീമന്മുഖം പ്രചലകുണ്ടലകുന്തളാഢ്യം. ആ രാജസഭയില് ഭഗവാന്റെ പത്നിമാരും എങ്ങനെയൊക്കെ ശോഭിച്ചു എന്ന് പറയുന്നത്. തഥാ ആ സമയത്ത് യസ്മിൻ ഏതൊരു സഭയിൽ ശ്രോണീഭരേണ അവരുടെ അരക്കെട്ടിന്റെ ഭാരത്തോടുകൂടി, വലിയ അരക്കെട്ടുകളോടുകൂടിയവരായിട്ടുള്ള ആ ഭഗവാന്റെ പത്നിമാര് ശനകൈഹി കൊണതംഗ്രിശോഭം പതുക്കെ പതുക്കെ മന്ദം മന്ദം സഞ്ചരിക്കുന്നു. ശനകൈഹി പതുക്കെ പതുക്കെ സഞ്ചരിക്കുന്നവരും കൊണത് അംഗ്രിശോഭം കൊണിക്കുന്ന എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുന്ന, എങ്ങനെ പാദസരങ്ങൾ കൊണ്ട്, കാലിലെ ചിലമ്പുകൾ കൊണ്ട് ശബ്ദിക്കുന്ന അംഗ്രിശോഭയോടുകൂടി, പാദ സൗന്ദര്യത്തോടു കൂടിയവരായിട്ട് കൊണത് അംഗ്രിശോഭം മധ്യേ സുചാരു കുച കുങ്കുമ ശോണഹാരം. ആ മധ്യദേശത്ത് ശരീരത്തിൽ മാറിൽ സുചാരുവായ മനോഹരങ്ങളായ കുചകുങ്കുമം കൊണ്ട് ശോണവർണം പ്രാപിച്ചിരിക്കുന്ന ഹാരം ധരിച്ചവരും, ഹാരം മാലകളിലൊക്കെ ഇവരുടെ കുചത്തിൽ അലങ്കരിച്ചിരിക്കുന്ന കുങ്കുമം പുരണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുചകുങ്കുമ ശോണഹാരങ്ങൾ ധരിച്ചവരുമായിട്ടുള്ള പ്രചല കുണ്ടല കുന്തളാഢ്യം, ചലിക്കുന്ന, പ്രകർഷേണ ചലിക്കുന്ന കുണ്ടലം, കാതിലെ കർണാഭരണങ്ങളും കുന്തളം മുഖത്ത് വീണുകിടക്കുന്നതായുള്ള തലമുടിയും കൊണ്ട് ശോഭിക്കുന്നവരായിട്ടുള്ള ശ്രീമൻ മുഖം മധുപതേഹേ മഹിഷീ സഹസ്രം അശോഭത. ശ്രീമത്തായ മുഖത്തോടുകൂടിയവരുമായ മധുപതേഹേ മഹിഷീ സഹസ്രം, ആ മധുപതിയായ ഭഗവാന്റെ മഹിഷീ സഹസ്രം, ആയിരക്കണക്കിന് ഭാര്യമാര്, അവരെല്ലാവരും അവിടെ ശോഭിച്ചു. അശോഭത. അപ്പൊ ഭഗവാന്റെ പത്നിമാര്, കൃഷ്ണ ഭാര്യമാരുടെ സംഘം ഈ രാജധാനിയില് സഞ്ചരിച്ചുകൊണ്ട് അതിനെ അലങ്കരിച്ചു. കാണുന്നവർക്കൊക്കെ മനസ്സിന് ക്ഷോഭമുണ്ടാക്കുന്ന രീതിയിൽ സുന്ദരികളായിരുന്നു അവര്. അങ്ങനെയുള്ള ലക്ഷ്മി തുല്യരായിട്ടുള്ള സുന്ദരികൾ കൃഷ്ണപത്നിമാര് അലങ്കാരങ്ങളോടുകൂടി, അവരുടെ ശരീര സൗന്ദര്യത്തോടുകൂടി ആ സഭയെ കൂടുതൽ മാറ്റുള്ളതാക്കി, കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി തീർന്നു. അപ്പൊ ലക്ഷ്മി വിഹാര രംഗമായി തീർന്നു. എത്ര ലക്ഷ്മിമാരാണ് ഒരേ സമയത്ത് ഒരു സഭയില്, അല്ലേ? വൈകുണ്ഠത്തിൽ പോലും ഒരു ലക്ഷ്മിയേ ഉള്ളൂ. ഇവിടെ ഈ യുധിഷ്ഠിരന്റെ ഈ രാജധാനിയില് ഭഗവാന്റെ അനേക പത്നിമാർ ലക്ഷ്മി തുല്യരായിട്ടുള്ളവർ വിലസുകയാണ്. എന്തൊരു ഐശ്വര്യമായിരിക്കും, ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇതൊക്കെ കാണുന്ന ദുര്യോധനന് സഹിക്കുമോ? സഭായാം മയക്ലുപ്തായാം ക്വാപി ധർമ്മസുതോധിരാട് വൃതോനുചൈർബന്ധുഭിശ്ച കൃഷ്ണേനാഭിസ്വചക്ഷുഷാം ആസീന കാഞ്ചനേ സാക്ഷാദാസനേ ഭഗവാനിവ പാരമേഷ്ഠ്യശ്രിയാ ജുഷ്ടഃ സ്തൂയമാനശ്ച ബന്ദിഭിഃ. സഭായാം മയക്ലുപ്തായാം ക്വാപി ധർമ്മസുതോധിരാട് വൃതോനുചൈർബന്ധുഭിശ്ച കൃഷ്ണേനാഭിസ്വചക്ഷുഷാ ആസീന കാഞ്ചനേ സാക്ഷാദാസനേ ഭഗവാനിവ പാരമേഷ്ട്യശ്രിയാ ജുഷ്ടഃ സ്തൂയമാനശ്ച ബന്ദിഭിഃ. ആ സഭയില് രാജാവായ യുധിഷ്ഠിരൻ എങ്ങനെ ശോഭിക്കുന്നു! സാക്ഷാൽ സ്വർഗത്തിൽ ദേവന്മാരാൽ സേവിക്കപ്പെടുന്ന ഇന്ദ്രനെ പോലെ ശോഭിക്കുന്നു. അതാണ് ആ മയകൊളുത്തായാം സഭായാം, മയനാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ആ സഭയിൽ ക്വാപി ഒരിക്കൽ അനുജൈഹി ബന്ധുഭിഹി
അനുജന്മാരോടും ബന്ധുക്കളോടും കൂടി സ്വചക്ഷുഷാ കൃഷ്ണേന വൃത. കൃഷ്ണനെ വിശേഷിപ്പിച്ചതാണ് സ്വചക്ഷുഷാ കൃഷ്ണേന, തന്റെ കണ്ണ് തന്നെ ആയിരിക്കുന്ന കൃഷ്ണനാൽ. യുധിഷ്ഠിരന്റെ കണ്ണാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണാണ് നമ്മളെ നയിക്കുന്നത്. നയനം, നേത്രം, അല്ലേ? അപ്പൊ കണ്ണ് നമ്മളെ നയിക്കുന്നത് പോലെ യുധിഷ്ഠിരനെ നയിക്കുന്നത് ആരാണ്? യുധിഷ്ഠിരന്റെ ദർശനം കൃഷ്ണദർശനമാണ്. കൃഷ്ണൻ എന്താണോ ദർശിക്കുന്നത് അത് യുധിഷ്ഠിരനും കാണുന്നു. കൃഷ്ണന്റെ മനസ്സറിഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ ഇംഗിതത്തിനനുസരിച്ച് അതേ വഴിക്ക് നടക്കുന്ന ധർമ്മമൂർത്തിയാണ് യുധിഷ്ഠിരൻ. അതാണ് കൃഷ്ണനെ യുധിഷ്ഠിരന്റെ കണ്ണായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വചക്ഷുഷാ കൃഷ്ണേന വൃതഃ, ചുറ്റപ്പെട്ടവനായി, സേവിക്കപ്പെട്ടവനായി, പാരമേഷ്ട്യശ്രിയാ ജുഷ്ടഃ. പാരമേഷ്ട്യം എന്ന് പറഞ്ഞാൽ വലിയ പരമേഷ്ടിയുടെ, ചക്രവർത്തിയുടെ, സാർവഭൗമന്റെ ആ ശ്രീയോടുകൂടി ഐശ്വര്യത്തോടുകൂടി സേവിക്കപ്പെടുന്നവനായിട്ട്, സർവ്വ അലങ്കാരങ്ങളോടും കൂടി ആലവാലങ്ങളോടും കൂടി ശോഭിക്കുന്നവനായിട്ട്, ബന്ദിബിഹി സ്തൂയമാനഃ. ഇവിടെ ബന്ദിബിഹി എന്ന് പറഞ്ഞാൽ വന്ദിബിഹി എന്ന് തന്നെയാണ്. വഭയോരഭേദഃ, വാക്യം ഭേദമില്ല. ഇപ്പൊ വന്ദിബിഹി, സൂതമാഗത വന്ദികൾ എന്ന് പറയുന്ന സ്തുതിപാഠകന്മാരാൽ, സ്തൂയമാനഃ, സ്തുതിക്കപ്പെടുന്നവനായിക്കൊണ്ട്, സാക്ഷാത് മഘവാനിവ, സാക്ഷാൽ ഇന്ദ്രനെ പോലെ, ഭഗവാൻ ഇന്ദ്രൻ, അപ്പൊ ഇന്ദ്രനെ പോലെ, കാഞ്ചനേ ആസനേ ആസീനഃ, സ്വർണ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായിട്ട്, അധിരാജാവായിട്ട്, ഭൂമിക്ക് മുഴുവൻ അധിരാജാവായിട്ട്, ചക്രവർത്തിയായിട്ട്, ധർമ്മസുതഃ വ്യശോഭത, ആ ധർമ്മപുത്രൻ ശോഭിച്ചു. വിശേഷേണ അശോഭത, നന്നായി ശോഭിച്ചു. ചക്രവർത്തിയായി, സാർവഭൗമനായി, എല്ലാവരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ട് ദേവലോകത്തിൽ ഇന്ദ്രൻ ശോഭിക്കുന്നത് പോലെ ആ സിംഹാസനത്തിൽ ശോഭിക്കുകയാണ്. ആ യുധിഷ്ഠിരനെ മാത്രം എല്ലാവരും പുകഴ്ത്തുന്നു. എന്നെ എന്താ പുകഴ്ത്താത്ത? അല്ലേ? അതായിരിക്കും ദുര്യോധനന്റെ ഉള്ളില് ആ സമയത്ത് തോന്നലുണ്ടാവുക. ഞാനും ഇല്ലേ ഇവിടെ, എന്നെ എന്താ സ്തുതിക്കാത്തത്? ഞാനും യുധിഷ്ഠിരനേക്കാൾ ഒട്ടും മോശമല്ലല്ലോ എന്നുള്ള അസൂയ, മത്സരം ഉള്ളിൽ പൊങ്ങി വരും. അപ്പോൾ ഈ അധിരാജാവായിരിക്കുന്ന യുധിഷ്ഠിരനെ മാത്രം എല്ലാവരും സ്തുതിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് തത്ര ദുര്യോധനോ മാനി പരീതോ ഭ്രാതൃഭിർ നൃപ കിരീടമാലീന്യവിശദ് അസിഹസ്തഃ ക്ഷിപൻ രുഷാ. തത്ര ദുര്യോധനോ മാനി പരീതോ ഭ്രാതൃഭിർ നൃപ കിരീടമാലീന്യവിശദ് അസിഹസ്തഃ ക്ഷിപൻ രുഷാ. തത്ര, അവിടെ ആ സഭയിലേക്ക്, മാനി, വലിയ അഭിമാനിയായ, അഹങ്കാരിയായ, ഞാനും മോശക്കാരനൊന്നുമല്ല എന്ന് മാനിച്ചുകൊണ്ട്, സ്വയം വലുതാണെന്ന് കരുതിക്കൊണ്ട്, മാനം വന്നാൽ അളവാണ്, തന്നെ വലുതായി അളക്കുന്നവരാണ് മാനികൾ. അപ്പൊ അങ്ങനെ തന്നെ വലുതായി കരുതുന്നവനായ ദുര്യോധനൻ, ഭ്രാതൃഭിഹി പരീതഃ, തനിക്കും സേവകന്മാരൊക്കെ ഉണ്ട്, എനിക്ക് 100 സഹോദരന്മാരുണ്ട്, അല്ലെങ്കിൽ 99 സഹോദരന്മാരുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവരെല്ലാം തന്നെ സേവിക്കുന്നവരായിക്കൊണ്ട് ദുര്യോധനന് ജയ് വിളിച്ചുകൊണ്ട്, അതാണ് ഭ്രാതൃഭിഹി പരീതഃ, ഭ്രാതാക്കളാൽ സേവിക്കപ്പെട്ടവനായിക്കൊണ്ട്, കിരീടമാലി, കിരീടവും മാലയും ധരിച്ചവനായിട്ട്, ഞാനും രാജാവ് തന്നെയാണ്, എനിക്കുമുണ്ട് കിരീടം, എനിക്കുമുണ്ട് മാലകള്, ഇങ്ങനെ കിരീടവും മാലയും ധരിച്ചവനായിട്ട്, അസിഹസ്തഃ, വാള് കയ്യിൽ ഊരിപ്പിടിച്ചുകൊണ്ട്, ഞാനും മോശക്കാരനൊന്നുമല്ല, രാജാവും യോദ്ധാവും ശക്തനുമൊക്കെയാണെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട്, അസിഹസ്തഃ, കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട്, ന്യവിശദ്, നിവേശിച്ചു, പ്രവേശിച്ചു, രുഷാക്ഷിപന്, വെറുതെ പ്രവേശിച്ചു എന്നല്ല, രോഷം കൊണ്ട് ക്ഷേപിക്കുന്നവനായിട്ട്, ക്ഷേപിക്കുക, അധിക്ഷേപിക്കുക. അപ്പൊ അസൂയ കൊണ്ട് മൂത്തിട്ട് പല കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട്
രാജാവായി യുധിഷ്ഠിരനെ എല്ലാവരും പ്രശംസിക്കുമ്പോൾ അതിൽ ന്യൂനതകൾ കണ്ടുപിടിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ഇപ്പൊ സഹിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെ പല ശബ്ദങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരും എന്നെ ശ്രദ്ധിക്കൂ, എല്ലാവരും എന്താ യുധിഷ്ഠിരനെ മാത്രം സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന മട്ടില് അധിക്ഷേപിച്ചുകൊണ്ട് രോഷത്തോടുകൂടെ ന്യവിശത് ആ സഭയിലേക്ക് തത്രന്യവിശത് ഹേ നൃപ, അല്ലയോ രാജാവേ, അവിടെ പ്രവേശിക്കുകയാണ്. സ്ഥലേ അഭ്യഗൃണാത് വസ്ത്രാന്തം ജലം മത്വാ സ്ഥലേ അപതത് ജലേ ച സ്ഥലവത് ഭ്രാന്ത്യ മയമായാ വിമോഹിതഃ. സ്ഥലേ അഭ്യഗൃഹാത് വസ്ത്രാന്തം ജലം മത്വാ സ്ഥലേ അപതത് ജലേ ച സ്ഥലവത് ഭ്രാന്ത്യ മയമായാ വിമോഹിതഃ. മയമായാ വിമോഹിതഃ, മയന്റെ മായ കൊണ്ട് മോഹിതനായിട്ട്. ഇവിടെ എന്താ മയൻ മായ പ്രയോഗിച്ചിരിക്കുന്നത്? ഈ സഭയിലേക്ക് ആര് പ്രവേശിക്കുന്നുവോ അവരുടെ മനസ്സിൽ എന്തെങ്കിലും കാപട്യം, കളങ്കം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വക്രതയുണ്ടെങ്കിൽ അവർക്ക് ഇവിടെയൊക്കെ വിപരീതമായി തോന്നുമാറാകണം. മര്യാദക്കാർക്ക് ഇവിടെ എല്ലാം നന്നായിട്ട് തന്നെ ഉള്ളതുപോലെ കാണും. അപ്പൊ മര്യാദക്കാർക്ക് യഥാർത്ഥമായിട്ട് വസ്തുതകളെ കാണാനും അല്ലാത്തവർക്ക് മോഹിക്കാനും ഉള്ള വിദ്യയാണ് മായ. നമ്മളുമൊക്കെ പല മായകളെ കൊണ്ട് മോഹിതരാണ്, അല്ലേ? ഉള്ളത് കാണാതെ ഇല്ലാത്തതൊക്കെ കണ്ട് ഭ്രമിക്കുന്ന മായ മോഹിതരാണ്. ഇവിടുത്തെ മയൻ ബ്രഹ്മദേവൻ തന്നെ, സൃഷ്ടികർത്താവ് തന്നെ നമ്മളെ മയക്കിയിരിക്കുന്നു. അതിന്റെ മൂത്ത ഒരാളാണ് ദുര്യോധനൻ. അപ്പൊ നല്ലോണം അസൂയാദി ദോഷങ്ങൾ കൊണ്ട് മൂത്തിരിക്കുന്നവനായ ദുര്യോധനന് ഇതെല്ലാം വിപരീതമായി കാണുകയാണ്. അതാണ് സ്ഥലേ ജലം മത്വാ. സ്ഥലം എന്ന് പറഞ്ഞാൽ നിരപ്പായ സ്ഥലം, തറ. ആ തറയെ കണ്ടിട്ട് ജലം മത്വാ, അത് ജലാശയമാണെന്ന് കരുതിയിട്ട് വെട്ടിത്തിളങ്ങുന്ന വെള്ളം, ഇളകുന്ന അലയടിക്കുന്ന വെള്ളം പോലെ തോന്നിയിട്ട് ജലം മത്വാ വസ്ത്രാന്തം അഭ്യഗൃഹാത്, ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ അറ്റത്തെ മുകളിലേക്ക് പൊക്കിപ്പിടിച്ചു. വെള്ളം നനയണ്ട എന്ന് കരുതി പൊക്കിപ്പിടിച്ചുകൊണ്ട് ആള് നടക്കുകയാണ്. വെള്ളത്തിലാണ് നടക്കുന്നത് എന്നുള്ള ഭാവത്തില് തത്തക്ക പിത്തക്ക എന്ന് പറഞ്ഞ് കാല് വെച്ചുകൊണ്ട് നടക്കുകയാണ്. വസ്ത്രാന്തം അഭ്യഗൃഹാത്. കാണുന്നവർക്ക് ചിരി വരില്ലേ? ബാക്കിയുള്ളവരൊക്കെ മര്യാദയ്ക്ക് നടക്കുമ്പോ ഇങ്ങേര് മാത്രം വെള്ളത്തിൽ നടക്കുന്നത് പോലെ, അല്ലേ? വൈകുന്നേരം ആയാൽ പലരും വെള്ളത്തിൽ നടക്കും ഇതുപോലെ. മുണ്ടഴിച്ച് തലയെ കെട്ടി ചെരുപ്പെടുത്ത് കയ്യിൽ പിടിച്ച് ആടിക്കൊണ്ട് കാല് പൊക്കി 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 വെച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിൽ നടക്കുന്നത് കാണാം. ഇപ്പൊ അതുപോലെ തോന്നിയിട്ടുണ്ടാവും ദുര്യോധനന്റെ നടപ്പ് കണ്ടിട്ട് ആ സഭയിലിരിക്കുന്നവർക്ക്. ഭീമസേനും പാഞ്ചാലിക്കും ഒക്കെ നല്ലോണം ചിരി വന്നു. പക്ഷേ യുധിഷ്ഠിരൻ പേടിപ്പിച്ചു അവരെ. കണ്ണു കാണിച്ചുകൊണ്ട് മിണ്ടരുത്, പരിഹസിക്കരുത് എന്ന് ആംഗ്യം കാണിച്ചു. അപ്പൊ അങ്ങനെ സ്ഥലത്തിൽ ജലം മത്വ വസ്ത്രാന്തം അഭ്യഗൃഹാത് ജലേ സ്ഥലവത്. ശരിയായ ജലാശയത്തിൽ അത് സ്ഥലമാണെന്ന്, ഉറച്ച സ്ഥലമാണെന്ന് കരുതിക്കൊണ്ട് ഭ്രാന്ത്യ, ഭ്രമം കൊണ്ട് ജലേ അപതത്, വെള്ളത്തിൽ വീഴുകയും ചെയ്തു. അത് വെള്ളമല്ല എന്ന് കരുതി വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചു. മുമ്പ് പറ്റിയ അബദ്ധം തനിക്ക് പറ്റരുത് എന്ന് കരുതിയിട്ടാണ് കാലെടുത്ത് വെച്ചത്. ശരിക്കും അബദ്ധമായി. മുമ്പ് വെള്ളമില്ലാത്തിടത്ത് വെള്ളമുണ്ടെന്ന് കരുതി കാലെടുത്ത് വെച്ചു. അത് അബദ്ധമായി പോയി. തനിക്ക് മാത്രമേ ഈ അബദ്ധം പറ്റിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ ശരിക്കുള്ള വെള്ളം കണ്ടപ്പോ ഇതും തന്നെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതും തലമാണ്, സ്ഥലമാണ്, വെള്ളമല്ല എന്ന ധൈര്യത്തിൽ കാലെടുത്ത് വെച്ചു. കാലെടുത്ത് വെച്ചതേ ഓർമ്മയുള്ളൂ, വെള്ളത്തിൽ പതിച്ചു. ബ്ലും, മുങ്ങിപ്പൊങ്ങുകയാണ് എന്ന് പറയാം. അതാണ് ജലേ അപതത്. ഭ്രാന്തി കൊണ്ട്, ഭ്രമം കൊണ്ട് വെള്ളത്തിൽ വീണു. മയമായ വിമോഹിത. ആ മയന്റെ ശില്പചാതുര്യം കൊണ്ട് മോഹിച്ച്, മായ കൊണ്ട് മോഹിച്ചവനായിട്ട് എന്നർത്ഥം. അപ്പോ ശത്രുബുദ്ധിയുള്ളവർക്ക് അവിടെ വിപരീതമായിട്ട് തോന്നും. അതാണ് ഇപ്പൊ ഇവിടെ പറ്റിയത്.
ഇത് കണ്ടിട്ടോ ജഹാസ ഭീമസ്തം ദൃഷ്ട്വാ സ്ത്രിയോ നൃപതയോ അപരേ നിവാര്യമാണ അപ്യംഗ രാജ്ഞാ കൃഷ്ണാനുമോദിതാഃ. ജഹാസ ഭീമസ്തം ദൃഷ്ട്വാ സ്ത്രിയോ നൃപതയോ അപരേ നിവാര്യമാണ അപ്യംഗ രാജ്ഞാ കൃഷ്ണാനുമോദിതാഃ. ഹേ അംഗ, പൂജ്യനായ പരീക്ഷത്തെ കേൾക്കൂ കഥ. ഇത് കേട്ട് അങ്ങയുടെ പിതാമഹന്മാരിൽ ഭീമസേനന് സഹിച്ചില്ല. എന്താ പറയുക, ഈ തമാശ കണ്ട് ചിരിക്കാതിരിക്കാനായില്ല. ഭീമസേനനും സ്ത്രീകളും പാഞ്ചാലി മുതലായ സ്ത്രീകളും അപരേ നൃപതയ മറ്റവിടെയുള്ള രാജാക്കന്മാരുമെല്ലാം രാജ്ഞാ നിവാര്യമാണാഃ അപി യുധിഷ്ഠിര രാജാവിനാൽ അരുതേ എന്ന് നിവാര്യമാണന്മാരായിട്ടും തടയപ്പെട്ടിട്ടും യുധിഷ്ഠിരൻ എല്ലാവരോടും സമചിത്തത പാലിക്കാനായിട്ട് പറഞ്ഞു. എങ്കിലും കൃഷ്ണാനുമോദിതാഃ, മറ്റൊരാൾ അവിടെ ഇന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൃഷ്ണൻ അനുമോദിക്കുന്നുണ്ട്. ഭീമസേനോടും പാഞ്ചാലിയോടും ഒക്കെ കൃഷ്ണൻ കണ്ണു കാണിക്കുന്നുണ്ട്. അപ്പൊ കൃഷ്ണാനുമോദിതാഃ തം ദൃഷ്ട്വാ ജഹാസ. ഈ ഭീമസേനന്റെ ശോചനീയമായ അവസ്ഥയെ കണ്ട് അവർക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. പരിഹസിച്ച് ചിരിച്ചു. അപ്പോ യുധിഷ്ഠിരൻ എല്ലാവരെയും തടയാൻ ശ്രമിച്ചിട്ടും ഭഗവാൻ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് എല്ലാവരും ചിരിച്ചു. ഭഗവാന്റെ ഉദ്ദേശം എന്താണ് ഈ പ്രോത്സാഹനം കൊണ്ട്? ദുര്യോധനന്റെ ഉള്ളിൽ ഒന്നുകൂടെ കലിമൂക്കണം. അപ്പോഴേ പക വർദ്ധിച്ച് പാണ്ഡവന്മാരോട് യുദ്ധത്തിനായിക്കൊണ്ട് അദ്ദേഹം മനസ്സൊരുങ്ങുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഭൂമിയുടെ ഭാരം തീർക്കാൻ പറ്റുള്ളൂ ഭഗവാന്. ഭഗവാന്റെ അവതാര ദൗത്യം തന്നെ ഭൂഭാരം തീർക്കലാണ്. അപ്പോൾ അതിന് നിമിത്തമാകണം ദുര്യോധനൻ. അതിന് പാകപ്പെടുത്തണം. അതിന് അദ്ദേഹത്തിൻ്റെ ഉള്ളില് ക്രോധം വളർത്തണം, ദ്വേഷം വളർത്തണം. അതാണ് ഇവിടെ ഭഗവാൻ അനുമോദിച്ചത്. കൃഷ്ണാനുമോദിതാഃ ജഹാസ, എല്ലാവരും ചിരിച്ചു. സവ്രീഡിതോ വാഗ്വദനോരുഷാജ്വലൻ നിഷ്ക്രമ്യ തൂഷ്ണീം പ്രയയൗ ഗജാഹ്വയം ഹാഹേതി ശബ്ദസ്സു മഹാനഭൂത് സതാം അജാതശത്രുർവിമനാ ഇവാഭവത്. ബഭൂവ തൂഷ്ണീം ഭഗവാൻ ഭുവോ ഭരം സമുജ്ജിഹീർഷുഃ ഭ്രമതിസ്മയദൃശാം സവ്രീഡിതോ വാഗ്മദനോരുഷാജ്വലൻ നിഷ്ക്രമ്യസ്തൂഷ്ണീം പ്രയയൗ ഗജാഹ്വയം ഹാഹേതി ശബ്ദഃ സുമഹാനഭൂത് സതാം അജാതശത്രുർവിമനാ ഇവാഭവത്. ബഭൂവ തൂഷ്ണീം ഭഗവാൻ ഭുവോ ഭരം സമുജ്ജിഹീർഷുഃ ഭ്രമതിസ്മയദൃശാ. സഹ വ്രീഡിതഃ അവാഗ്വദനഃ. സഹ ദുര്യോധനഃ, അവൻ ആ ദുര്യോധനൻ വ്രീഡിതഃ വെള്ളത്തിൽ വീണപ്പോൾ ലജ്ജിതനായി, നാണം കെട്ടവനായി. അങ്ങനെ ലജ്ജിതനായിട്ട് അവാഗ്വദനഃ, തല ഉയർത്തിപ്പിടിച്ച് വാളുമൂരിപ്പിടിച്ച് നെഞ്ചും പിരിച്ചു വന്ന ആളാണ്. ഇപ്പതാ അവാഗ്വദനഃ, തല താഴ്ത്തിയവനായിട്ട്, മുഖം താഴോട്ടാക്കിയിട്ട്, നാണം കെട്ട് തല താഴ്ത്തിയവനായിട്ട്. എന്നാൽ രുഷാജ്വലൻ, ഉള്ളില് രോഷം കൊണ്ട് ജ്വലിക്കുന്നവനായിട്ട്, പക വർദ്ധിക്കുന്നവനായിട്ട്. തൂഷ്ണീം നിഷ്ക്രമ്യ, തൂഷ്ണീം മിണ്ടാതെ, ഒന്നും പറയാതെ നിഷ്ക്രമ്യ, പുറത്തേക്ക് നിഷ്ക്രമിച്ചു, ഇറങ്ങി. ഇനി ഇവിടെ പ്രവേശിച്ചാൽ ശരിയാവില്ല, ഇനി എന്തൊക്കെയാ സംഭവിക്കുക അറിയില്ല. അതുകൊണ്ട് ഇനിയും അധികം നാണം കെടുന്നതിന് മുമ്പ് വേഗം പോകാമെന്ന് കരുതി ഒന്നും മിണ്ടാതെ നിഷ്ക്രമിച്ചു. എന്നിട്ടോ ഗജാഹ്വയം പ്രയയൗ. ഗജാഹ്വയം ഹസ്തിനപുരം.
ഹസ്തിനപുരത്തിലേക്ക് പ്രയാണം ചെയ്തു. യാത്ര പോലും പറയാതെ ചവിട്ടിക്കുലുക്കിക്കൊണ്ട് ഒരു പോക്ക് പോയി. അപമാനിതനായി ഇറങ്ങിപ്പോയി. ഗജാഹ്വയം പ്രയയുഹു. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കൊച്ചുകുട്ടി ശാഠ്യം കൊണ്ട് പോകുന്നത് പോലെ അപമാനിതനായി പോകുന്ന ദുര്യോധനന്റെ കലിയായിട്ടുള്ള ദുര്യോധനന്റെ അവസ്ഥയെ കണ്ട് അവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങൾക്ക് അതൊരു വിഷമമുണ്ടാക്കി. അതാണ് ഹാ ഹാ ഇതി ശബ്ദ സുമഹാനഭൂത് സതാം. സതാം ശബ്ദ സജ്ജനാനാം ശബ്ദ. സജ്ജനങ്ങള് ഇതിൽ നിന്ന് വരാൻ പോകുന്ന ദുരന്തത്തെ വായിച്ചെടുക്കുകയാണ്. ഇവൻ ഈ പോക്ക് പോകുന്നത് ഒരു നടക്കുള്ള പോക്കല്ല. ഇവൻ ഇതിന് പ്രതികാരം ചെയ്യുന്ന സ്വഭാവമുള്ളവനാണെന്ന് അവിടെയുള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ അവരെല്ലാം ആശങ്കപ്പെടുകയാണ്, ഇനി എന്തായിരിക്കുമോ ഇതിന്റെ ദുരന്തം. കാര്യങ്ങൾ ഇത്രയും മംഗളമായി കഴിഞ്ഞ ഈ രാജസൂയ യാഗത്തിന്റെ അവസാനം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് അവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങൾ ഹാ ഹാ കഷ്ടം കഷ്ടം എന്നിങ്ങനെ സുമഹാൻ ശബ്ദ അഭൂത്. മഹത്തായ ശബ്ദം ഭവിച്ചു. അവിടെ ദുര്യോധനനെ പിന്തിരിപ്പിക്കാനും മറ്റൊക്കെ പലരും വിളിച്ചും നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും അതൊന്നും കേൾക്കാതെ മിണ്ടാതെ ദേഷ്യപ്പെട്ടു പോവുകയാണ് ദുര്യോധനൻ. തീർച്ചയായിട്ടും ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് കലാശിക്കൂ എന്ന് സജ്ജനങ്ങൾക്ക് മര്യാദക്കാർക്കൊക്കെ വായിച്ചെടുക്കാം. ഇവൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. ഇവൻ ചില്ലറക്കാരനല്ല, മഹാകലിയാണവൻ, പാപിയാണവൻ, എന്തും ചെയ്യും. അപ്പൊ അത് പ്രതീക്ഷിച്ചുകൊണ്ട് സജ്ജനങ്ങൾ ഹാ ഹാ കഷ്ടം കഷ്ടം എന്ന് ഹാഹേതി ശബ്ദ സുമഹാനഭൂത് സതാം. അജാതശത്രു വിമനായിവ അഭവത്. അജാതശത്രു, ആരോടും ശത്രുതാഭാവമില്ലാത്തവനായ യുധിഷ്ഠിരൻ ഈ സമയത്ത് വിമന എന്ന് പറഞ്ഞാൽ വൈമനസ്യത്തോടു കൂടിയവനായി തീർന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ശക്തിയെല്ലാം നശിച്ച് ഒരു ഡിപ്രസ്ഡ് ആയി എന്നർത്ഥം. വൈമനസ്യമുണ്ടായി ആർക്ക്? ധർമ്മമൂർത്തിയായ യുധിഷ്ഠിരന് കഷ്ടമായി പോയി. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിന് ക്ലേശമുണ്ടായി. അതാണ് വിമനാഹ ഇവ അഭവത്. മൗഢ്യമുള്ളവനായി തീർന്നു, മനസ്സിന് സങ്കടമുള്ളവനായി തീർന്നു. യദൃശാ ഭ്രമതിസ്മ ഭഗവാൻ ഭുവഃ ഭരം സമുജ്ജിഹീർഷുഹു തൂഷ്ണീം ബഭൂവ. ഏതൊരുവന്റെ ദൃഷ്ടി കൊണ്ടാണോ ഈ ലോകവും അല്ലെങ്കിൽ ദുര്യോധനനൊക്കെ ഭ്രമിക്കുന്നത്, ആ ഭഗവാൻ ഭുവഃ ഭരം സമുജ്ജിഹീർഷുഹു, ഭൂമിയുടെ ഭാരത്തെ സമ്യക് ഉജ്ജിഹീർഷുഹു, ഉദ്ഹരിക്കാനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നവനാണ്. ഭൂമി ഭാരത്തെ ഇല്ലാതാക്കാൻ സങ്കല്പിച്ചിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തൂഷ്ണീം ബഭൂവ. ഞാനൊന്നും അറിഞ്ഞില്ലേ, ഇതിൽ ഞാനൊന്നും ആളല്ലേ എന്ന മട്ടിലും മിണ്ടാതിരുന്നു. ഭഗവാൻ ഒന്നിലും പ്രതികരിച്ചില്ല, പങ്കാളിയായില്ല, മിണ്ടാതിരുന്നു. കാരണം ഭഗവാന്റെ സങ്കല്പമാണിത്. ദുര്യോധനന് ഇങ്ങനൊരു കോപമുണ്ടാകണം, നാണക്കേട് ഉണ്ടാകണം എന്നുള്ള ചിന്തയുള്ളത് ഭഗവാന്റെ ദൃഷ്ടി കൊണ്ടാണ് ഇവൻ മോഹിതനായത് എന്നവിടെ പറയണത്. യദൃഷ്ടി യദൃശാ ഭ്രമതിസ്മ. ഏതൊരുവന്റെ ദൃഷ്ടി കൊണ്ട്, സങ്കല്പം കൊണ്ട്, ചിന്ത കൊണ്ട് ഇവൻ ഭ്രമിക്കുന്നുവോ, ഈ ദുര്യോധനൻ ഭ്രമിച്ചുവോ, ആ ഭഗവാൻ ഭൂമിയുടെ ഭാരത്തെ ഉദ്ധരിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് തൂഷ്ണീം ബഭൂവ, മിണ്ടാതിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ദുര്യോധനന്റെ എന്താ പറയുക ദ്വേഷത്തിന്റെ കാരണം വിസ്തരിച്ച് പറഞ്ഞ് ഈ ഭാഗം ഉപസംഹരിക്കുകയാണ് ശുകബ്രഹ്മർഷി. ഏതത്തെ അഭിഹിതം രാജൻ യത് പൃഷ്ടോഹമിഹ ത്വയാ സുയോധനസ്യ ദൗരാത്മ്യം രാജസൂയേ മഹാക്രതൗ. ഏതത്തെ വിഹിതം രാജൻ യത് പൃഷ്ടോഹമിഹ ത്വയാ സുയോധനസ്യ ദൗരാത്മ്യം രാജസൂയേ മഹാക്രതൗ. ഹേ രാജൻ, അല്ലയോ മഹാരാജാവേ പരീക്ഷിത്തേ,
മഹാക്രതൗ രാജസൂയേ സുയോധനസ്യ യദ്ദൗരാത്മ്യം. മഹായാഗമായിട്ടുള്ള രാജസൂയത്തിൽ സുയോധനന് അഥവാ ദുര്യോധനനുണ്ടായ ദൗരാത്മ്യം, മനസ്സിന്റെ ദുഷ്ടത, ക്ലേശത, ദുഃഖം എന്നൊക്കെ അർത്ഥം. ഇത് ദുര്യോധനനുണ്ടായ ആ ഒരു ക്ലേശം, ത്വയാ ഇഹ അഹം പൃഷ്ടഃ, നിന്നാൽ ഇപ്പോൾ ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടു, നീ എന്നോട് ചോദിച്ചിരുന്നു. ഏതത് തേ അഭിഹിതം, അത് നിന്നോട് നല്ലതുപോലെ പറഞ്ഞിരിക്കുന്നു, നീ ചോദിച്ചതിന് ഉത്തരം ഞാൻ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗം, ഈ രാജസൂയയാഗത്തിന്റെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഉപാഖ്യാനം, രാജസൂയയാഗം എന്നുള്ള ആഖ്യാനം പൂർത്തീകരിച്ചു. ഇത് അങ്ങയ്ക്ക് അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം നൽകപ്പെട്ടു എന്ന് പറഞ്ഞ് ഇനി അടുത്ത അധ്യായത്തിൽ സാൽവൻ ദ്വാരകയെ ആക്രമിക്കുന്നതും ഭഗവാൻ സാൽവനെ വധിക്കുന്നതുമായിട്ടുള്ള ആ കഥകളിലേക്ക്, പിന്നീട് ദന്തവക്ത്രൻ മുതലായിട്ടുള്ളവരെ വധിക്കുന്ന കഥകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദുര്യോധനമാനഭംഗോ നാമ പഞ്ചസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ രാവിലെ കാണാം. നാളെ വൈകുന്നേരം ക്ലാസ് ഇല്ല. ഹരി ഓം.